नहमदुहु व नुसल्ली अला रसूलिहिल करीम। अम्मा बाद, हदीस शरीफ में आता है कि आदमी के पीछे दो ताकतें काम करती हैं। അൽഹംദുലില്ലാഹ് സഹോദരന്മാരെ, ഹദീസിലുണ്ട് മനുഷ്യന്റെ പിന്നിൽ രണ്ട് ശക്തികൾ ജോലി ചെയ്യുന്നു. एक फरिश्ते की ताकत है जो उसे खैर की तरफ, भलाई की तरफ ढकेलता है. ഒന്ന് ഒരു മലക്ക് അതിന്റെ സഹായത്തോടു കൂടി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. दूसरे शैतान की ताकत है जो उसे बुराई की तरफ ढकेलता है. രണ്ട് ശൈത്താന്റെ സ്വാധീനം, ശൈത്താന്റെ ശക്തി അത് മനുഷ്യനെ മോശത്തരത്തിലേക്ക് വലിക്കുന്നു. ये दो ताकतें हर इंसान के पीछे मौत तक लगी हुई है. ഈ രണ്ട് ശക്തികൾ, ഈ രണ്ട് സ്വാധീനങ്ങൾ മനുഷ്യന്റെ മേൽ മരണം വരെ നിലകൊള്ളുന്നതാണ്. आदमी के दिल में कोई भली बात, खैर की बात के दिल में आए तो वो खुद ब खुद नहीं आई है, वो अल्लाह की तरफ से आई है. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു നല്ല ചിന്ത നാമ്പിട്ടാല്, ഒരു നല്ല ചിന്ത തോന്നിയാല് അത് അവന്റെ സ്വന്തമായിട്ടുണ്ടാകുന്നതല്ല, മറിച്ച് അത് ആ മലക്കിന്റെ പ്രേരണ കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. क्योंकि इंसान का दिल उसके कब्जे में नहीं है. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം അത് ഒരിക്കലും അവന്റെ പിടുത്തത്തിലല്ല, അവന്റെ സ്വാധീനത്തിലല്ല. हमारा दिल हमारे कब्जे में नहीं है. നമ്മുടെ ഹൃദയം നമ്മുടെ പിടുത്തത്തിലല്ല, നമ്മുടെ കൈവിലല്ല. हदीस शरीफ की दुआ है. ഹദീസിൽ ഒരു ദുആ ഉണ്ട്. अल्लाहुम्मा इन्ना कुलूबना व नवासियना व जवारिहाना बियदिक. ए अल्लाह, हमारे दिल, अल्लाहुम्मा इन्ना कुलूबना व नवासियना, हमारी पेशानियां, व जवारिहाना, हमारे हाथ पैर, ये सब बियदिक, तेरे हाथ में. ഹദീസിന്റെ ആശയത്തിലുണ്ട്, ദുആയിലുണ്ട്, അല്ലാഹുവേ തീർച്ചയായും നമ്മളുടെ ചിന്തകളും നമ്മുടെ കൈകാലുകളും നമ്മുടെ എല്ലാ അംഗങ്ങളും അത് നിന്റെ പിടിയിലാണ്, നമ്മുടെ ഹൃദയം നിന്റെ പിടിയിലാണ്, നിന്റെ കയ്യിലാണ്. तो दिल में कोई बात आती है तो कोई वो ऑटोमेटिक नहीं है. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതല്ല, वो अल्लाह की तरफ से आती है. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ആ നല്ല ചിന്തകൾ. अगर कोई भली बात, खैर की बात दिल में आए तो हदीस में आता है कि आदमी को अल्लाह का शुक्र करना चाहिए. എന്തെങ്കിലും നല്ലൊരു തീരുമാനം, നല്ലൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് തോന്നിയാൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? ഹദീസിൽ വരുന്നുണ്ട്, മനുഷ്യൻ അള്ളാഹുവിനെ അതിന്റെ പേരിൽ ശുക്ർ ചെയ്യണം. कि बुरी बात भी आ सकती थी, നമ്മുടെ ഹൃദയത്തിൽ മോശമായ ചിന്തകളും വരാമായിരുന്നു. अल्लाह तेरा शुक्र है, तूने मेरे दिल में भली बात डाली. അള്ളാഹുവെ നിനക്കാണ് ശുക്ർ, കാരണം നീ എന്റെ ഹൃദയത്തിൽ നന്മയോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ തോന്നിച്ചു. तो उस पर अल्लाह का शुक्र अदा करे. അതിന് നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം. उसके करने में जल्दी करे. അത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കണം. देर न लगाए. അതിന് നമ്മൾ ഒരിക്കലും അതിനെ പിന്തിക്കരുത്. देर लगाने में दिल के बदल जाने का खतरा है. അത് പിന്തിച്ചാല് അതൊന്നും നമ്മുടെ ഹൃദയം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. तो उसे करने में जल्दी करे. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ധൃതി കാണിക്കണം. अल्लाह का शुक्र करे, उसको जल्द पूरा करने में जल्दी करे. അത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ശുക്ർ, രണ്ട് അത് ചെയ്യാനുള്ള ധൃതി, അത് വേഗം ചെയ്തേക്കണം. कि देर करने में कहीं दिल बदल न जाए. കാരണം അത് അഥവാ നമ്മൾ വൈകിപ്പിച്ചാല് പിന്നെ നമ്മുടെ ഹൃദയം ചിലപ്പോൾ മാറിപ്പോകും. तो फिर हदीस में आता है कि अल्लाह ताला उसके पीछे एक फरिश्ते को लगाता है. ഹദീസിലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചിന്തകൾക്ക് പിറകിൽ ഒരു മലക്കിനെ അള്ളാഹു വെക്കുന്നതാണ്, ജോലിയാക്കുന്നതാണ്. तो जो उसको ढकेल ढकेल के ले जाता है. ആ മലക്ക് അവനെ തള്ളി 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 ആ നന്മ വരെയും എത്തിക്കും. अब आप हजरात जो अपनी अपनी जगह से आए हैं, നിങ്ങൾ ഈ ആൾക്കാര് മുഴുവനും നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്നും ഇവിടെ വന്നത് ഉദാഹരണത്തിന്, तो ये इरादा दिल में अल्लाह ने डाला ആ വരാനുള്ള സന്മനസ് നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയതാണ്. और फिर आपके पीछे फरिश्ता लगाया. എന്നിട്ട് അള്ളാഹു അതിന്റെ പിറകിൽ ഒരു മലക്കിനെ ഏർപ്പാടാക്കി.
तो आपको ढकेल ढकेल के यहाँ लाया है। അങ്ങനെ നിങ്ങളെ തള്ളി 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 ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അല്ലാഹു. आप समझ रहे हैं मैं तो कार में बैठ के आया, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ കാറിൽ ഇരുന്നിട്ടാണ് വന്നത്, बस में बैठ के आया, ഞാൻ ബസ്സിൽ ഇരുന്നിട്ടാണ് വന്നത്. उसका रूट ये क्या है, एड़तला, तो एड़तला की तरफ किसने फेरा? ആ ബസ് ആ കാറ് എടത്തലയിലേക്ക് ആരാണ് തിരിച്ചത്? तो हम नहीं आए हैं, हमें यहाँ अल्लाह लाया है। നമ്മൾ വന്നതല്ല, മറിച്ച് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നതാണ്. दिल में इरादा भी अल्लाह ने डाला ഹൃദയത്തില് ഈ വരണമെന്നുള്ള ചിന്തയും അള്ളാഹു തന്നതാണ്. और फरिश्ता पीछे लगा दिया മാത്രമല്ല ഒരു മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പിറകിലാക്കി. कि वो हमको ढकेल ढकेल के यहाँ लाया। ആ മലക്ക് നമ്മളെ ഉന്തി തള്ളി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. पहले जमाने में गाड़ी सेल्फ नहीं लेती थी। പണ്ടത്തെ കാലഘട്ടത്തില് ഉള്ള വാഹനങ്ങൾ അത് സെൽഫ് ആയിട്ട് സ്റ്റാർട്ട് ആവുമായിരുന്നില്ല. बूढ़े लोगों ने देखा है, ये नौजवानों को नहीं मालूम। ഈ വയസ്സന്മാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും, ചെറുപ്പക്കാരത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. तो जब वो गाड़ी स्टार्ट नहीं होती थी तो वो सब लोग नीचे उतरते थे। അന്ന് വണ്ടി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ആവാത്ത സമയത്ത് വണ്ടിയിലുള്ള മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യും, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും, उसको ढकेलते थे। എന്നിട്ട് അതിനെ ഉന്തുമായിരുന്നു. तो जब उसको ढकेलते थे तो फिर वो ड्राइवर गियर में डालता था। അങ്ങനെ വണ്ടി ഉന്തി എല്ലാരും കൂടി ഉന്തി നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഡ്രൈവർ എന്ത് ചെയ്യും, അതിനെ ഗിയർ മാറ്റും. फिर वो स्टार्ट होती। അപ്പം അതില് സ്റ്റാർട്ട് ആവും വണ്ടി. तो जब स्टार्ट खुद नहीं होती तो ढकेल ढकेल के स्टार्ट करते थे। സ്റ്റാർട്ട് ആവാത്ത സമയത്ത് ഉന്തി ഉന്തി സ്റ്റാർട്ട് ആക്കാറാണ് പതിവ്. तो हमारी गाड़ी को ढकेल ढकेल के फरिश्ता लाया है। അതുകൊണ്ട് നമ്മുടെ വണ്ടി ഉന്തി തള്ളി മലക്കുകൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. हमारे दिल में इरादा अल्लाह ने डाला और हमारे पीछे फरिश्ते को लगाया कि जो हमको ढकेल ढकेल के अपने गांव से, अपनी बस्तियों से यहाँ तक ढकेल ढकेल के फरिश्ता लाया है। നമ്മുടെ ഹൃദയത്തിൽ പോകണമെന്നുള്ള നല്ല ചിന്ത ഇട്ട് തന്നു. എന്നിട്ട് അതിന്റെ പിറകിൽ ഒരു മലക്കിനാക്കി. ആ മലക്കാണ് നമ്മുടെ നാടുകളിൽ നിന്ന് മുന്തി തള്ളി നമ്മുടെ നാടുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. अब हम आगे के और इरादे करेंगे तो क्या फरिश्ता छोड़ के चला जाएगा? नहीं भाई, मेरी ड्यूटी यहाँ तक ही थी। ഇനി നമ്മൾ ഇവിടെ നിന്നും ഒരു നല്ല തീരുമാനം എടുക്കുകയാണ്, വീണ്ടും ഒരു നല്ല തീരുമാനം എടുക്കണം. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള മലക്ക് പറയാണ്, ഓ ഇനി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ്, എന്റെ ഡ്യൂട്ടി ഇവിടെ വരെ അയാളെ നന്മയിലേക്ക് എത്തിക്കൽ മാത്രമായിരുന്നു, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞ് മലക്ക് പോയി കളയുമോ? अब कल 50 आदमियों ने बैरून मुल्कों में जाने के लिए 4-4 महीने के इरादे किए। ഇന്നലെ മാഷാ അല്ലാഹ് 50 പേര് വിദേശത്തേക്ക് പോകാൻ വേണ്ടി 4 മാസത്തേക്ക് പേര് നൽകി. तो क्या फरिश्ता यहाँ छोड़ के चला जाएगा कि भाई मेरी ड्यूटी तो तुमको एड़तला तक लाने की थी, अब आगे तुम फॉरेन में जाते हो, भाई मेरी ड्यूटी आगे नहीं है। അപ്പൊ ആ മലക്ക് പറയാണ്, എന്റെ ഡ്യൂട്ടി ഇവിടെ വരെ നിന്നെ എത്തിക്കലായിരുന്നു, ഇവിടുന്ന് ഇനി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഫോറിനിൽ കൊണ്ടുപോകുന്ന പണിയൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് മലക്ക് ഡ്യൂട്ടി ഒഴിവാവോ? क्या ख्याल है तुम्हारा? എന്താ നിങ്ങളുടെ അഭിപ്രായം? छोड़ के चला जाएगा? ഒഴിവാക്കി പോവോ മലക്ക്? तो वो उसको मंजिल तक पहुंचाएगा। ആ ആളെ അവന്റെ ലക്ഷ്യസ്ഥാനം വരെ മലക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. तो हम जो भी इरादे करेंगे, നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ തീരുമാനിച്ചാലും, जितने खैर के इरादे करेंगे, എത്ര നല്ല ഖൈറായ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും खुश हो जाओ നമ്മൾ സന്തോഷിക്കണം. कि अल्लाह ने दिल में इरादा डाला। ഇത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തന്നതാണ്, ഇട്ടു തന്നതാണ്. फिर अल्लाह हमारे हाल पर नहीं छोड़ेगा, तुम्हारा काम तुम करो। എന്നിട്ട് അള്ളാഹു നമ്മളെ പണിക്ക് നമ്മളെ മേൽ വിട്ടേക്കൂല. അള്ളാഹു നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യ്, അങ്ങനെയല്ല. वो फरिश्ता लगाएगा പിറകിൽ അള്ളാഹു ഒരു മലക്കിനെ കെട്ടിവെക്കും. जो उसे ढकेल ढकेल के ले जाएगा। എന്നിട്ട് ആ മലക്ക് അവനെ ആ നന്മയിലേക്ക്, അവന്റെ തീരുമാനത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുന്നതാണ്. अपनी क़ुव्वत उसके साथ लगाएगा। ആ മലക്കിന്റെ ഒരു ശക്തി നമ്മുടെ പരിശ്രമത്തിൽ ചേർത്തുന്നതാണ്. तो भाइयों, हम तबलीग में हम चल नहीं रहे हैं, हमें अल्लाह चला रहा है। അതുകൊണ്ട് സ്വയംവരെ നമ്മൾ മനസ്സിലാക്കണം, തബ്ലീഗിൽ നമ്മൾ ചലിക്കുകയല്ല, മറിച്ച് അള്ളാഹു നമ്മളെ ചലിപ്പിക്കുകയാണ്. इस काम की मोहब्बत अल्लाह ने हमारे दिलों में अल्लाह ने डाली। ഈ പരിശ്രമത്തിനോടുള്ള ഒരു സ്നേഹം, ഒരു മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടു തന്നതാണ്. मोहब्बत अल्लाह डालता है, സ്നേഹം അള്ളാഹു തരുന്നതാണ്, അള്ളാഹു ഇടുന്നതാണ്. दिल में मोहब्बत अल्लाह की तरफ से आती है। എന്തെങ്കിലും ഒരു സാധനത്തിനോടുള്ള സ്നേഹം അള്ളാഹുവാണ് ഇട്ടു തരേണ്ടത്.
किसी से मोहब्बत हो जाती है, किसी से दुश्मनी हो जाती है। ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, ചില ആൾക്കാരോട് നമുക്ക് ശത്രുത ചിലപ്പോൾ ഉണ്ടാകും. किसी को देखो तो दिल खुश होता है, ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മളെ ഹൃദയത്തിൽ ഒരു സന്തോഷം തോന്നും. किसी को देखो तो दिल नाराज होता है। ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മളെ ഹൃദയത്തിൽ ആകെ ഒരു നിരാശയും വെറുപ്പും. कोई वजह नहीं है। വേറെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. हाँ, दिल में मोहब्बत भी अल्लाह डालता है, दिल में दुश्मनी भी अल्लाह डालता है। ഹൃദയത്തിൽ മൊഹബ്ബത്ത് ഇട്ട് തരുന്നവനും അല്ലാഹു, ഹൃദയത്തിൽ ശത്രുത നൽകുന്നവനും അല്ലാഹു. तो अल्लाह ने हमारे दिल में तबलीग के काम की मोहब्बत डाली है। അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ തബ്ലീഗിന്റെ പരിശ്രമത്തിനോടുള്ള ഒരു മൊഹബ്ബത്ത് ഇട്ട് തന്നിരിക്കുകയാണ്. तो ये मोहब्बत किसने डाली है? ഈ മൊഹബ്ബത്ത് ആരാണ് തന്നിരിക്കുന്നത്? किसने डाली है? ആരാ തന്നിരിക്കുന്നത്? और दीन की मोहब्बत दिल में वो अल्लाह के खुश होने की अलामत है कि अल्लाह इससे खुश है, राजी है, नाराज नहीं है। इसलिए अल्लाह ने इसके दिल में दीन की मोहब्बत डाली। ഒരു മനുഷ്യന് ദീനിനോട് സ്നേഹം തോന്നുക എന്നത് എന്തിന്റെ അടയാളമാണ്? അവനോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ട് എന്നതിന്റെ തെളിവാണ് ഒരു മനുഷ്യന് ദീനിനോട് സ്നേഹം ഉണ്ടായിത്തീരുക. मक्के में मुसलमान बहुत कमजोर हाल में थे। മക്കയിലെ മുസ്ലിമീങ്ങൾ വളരെ ബലഹീനരായ അവസ്ഥയിലായിരുന്നു. कुफर सताते थे, मारते थे। കാഫിരിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു, അവരെ പീഡിപ്പിക്കുമായിരുന്നു. काबतुल्लाह में नमाज नहीं पढ़ सकते थे। കാബയിൽ അവർക്ക് നമസ്കരിക്കാൻ സാധിക്കുമായിരുന്നില്ല. किसी मुसलमान को काबे में नमाज पढ़ने की हिम्मत नहीं थी। മുസ്ലിമീങ്ങൾക്ക് കാബയിൽ ഓപ്പണായി നമസ്കരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. तो कुफार जो मक्के के बड़े थे, सारी हुकूमत उनके हाथ में थी। वो कहते थे, अच्छा तुमको इतनी हिम्मत है, तुम हमारे काबे में आके अपनी इबादत करते हो। കാഫിരിങ്ങൾ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാര് അവർ പറയുമായിരുന്നു, നിനക്ക് അതിന് മാത്രം ധൈര്യമോ കാബയിൽ വന്ന് നമസ്കരിക്കുവാൻ? तो हिम्मत नहीं होती थी नमाज पढ़ने की काबतुल्लाह। അവരെ മുമ്പിൽ നിന്ന് പോയി നമസ്കരിക്കാനുള്ള ധൈര്യം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. तो इस्लाम और मुसलमान इतने कमजोर थे। ഇസ്ലാമും മുസ്ലിമീങ്ങളും ഈ ബലഹീനമായ അവസ്ഥയിലായിരുന്നു. तो हुजूर ने रात को दुआ मांगी। അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഒരു ദുആ ചെയ്തു. अल्लाह, ये दो उमर हैं, उमर बिन खत्ताब और उमर बिन हशाम। ये उमर बिन खत्ताब, उमर बिन हशाम, ये दो उमर, ये मक्के के बड़े ताकतवर समझे जाते थे। ये दो उमर बिन खत्ताब और उमर बिन हशाम। तो हुजूर ने दुआ मांगी, अल्लाह ये दो उमर हैं, ये दो उमर, इनमें से किसी एक को इस्लाम देकर मुसलमानों को क़ुव्वत अता कर, इनके जरिए। അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഇവിടെ രണ്ട് ഉമർ ഉണ്ടല്ലോ, ഒന്ന് ഉമർ ബിൻ ഖത്താബ്, ഒന്ന് അംർ ബിൻ ഹിഷാം. ഈ രണ്ട് ഉമറിൽ ഏതെങ്കിലും ഒരു ഉമറും ഒരു അമറും, അതിൽ ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. मुसलमानों की मदद कर, മുസ്ലിമീങ്ങളെ നീ അത് കാരണമായി സഹായിക്കുക. तो ये दुआ किसके हक में कबूल हुई? ഈ ദുആ ആരുടെ പേരിലാണ് കബൂലായത്? उमर बिन खत्ताब। और उमर बिन हशाम वो अबू जहल बन गया। उमर बिन हिशाम आराई मारी, अबू जहलाയിട്ട് മാറി. और हजरत उमर से अल्लाह ने कितना बड़ा काम लिया। ഉമർ ബിൻ ഖത്താബിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ജോലിയാണ് ചെയ്യിപ്പിച്ചത്. मुसलमान कहते हैं, सहाबा कहते हैं कि जब उमर बिन खत्ताब ईमान लाए तो हमें हिम्मत हुई काबे में नमाज पढ़ने की। മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആയപ്പോൾ എത്രമാത്രം ധൈര്യം കിട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ കാബയിൽ പരസ്യമായി നമസ്കരിക്കാനുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തിന് കിട്ടി. कोई आके सताएगा तो हमारी मदद करने के लिए उमर है। നമ്മൾ ആരെങ്കിലും വന്ന് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? ഉമറുണ്ട്. जब सहाबा ने हिजरत की मदीने को, तो सबने छुप छुप कर हिजरत की। സഹാബാക്കള് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഓരോരുത്തരും വളരെ ഒളിഞ്ഞും പാത്തുമാണ് ഹിജറ മദീനയിലേക്ക് യാത്ര ചെയ്തത്. जब हजरत उमर को इरादा हुआ हिजरत का, तो पहले काबे में आए। ഉമർലാനുവിന് ഹിജറ പോകാനുള്ള അനുവാദം കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം കാബന്റെ മുമ്പിൽ വന്നു. काबतुल्लाह में कुफारे मक्का मजलिस बना के बैठते थे। കാബത്തുല്ലാന്റെ ചുറ്റും കാഫിരിങ്ങളുടെ സംഘം അവർ മജ്ലിസുകളായി ഇരിക്കുമായിരുന്നു. तो हजरत उमर एक एक मजलिस में गए। ഉമർലാനു ആ ഓരോ കൂട്ടത്തിന്റെ അടുക്കലേക്കും പോയി.
उनसे जाके कहा कि देखो मैं मदीना जा रहा हूँ, അവരോട് പറഞ്ഞു ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. किसी को रोकने की हिम्मत है तो काबे के बाहर आकर मेरे से मुकाबला करे. ആർക്കെങ്കിലും എന്നെ തടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാബന്റെ വെളിയിലേക്ക് വാ, എന്നിട്ട് എന്നോട് ഏറ്റുമുട്ട്. किसी की हिम्मत नहीं हुई ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. कि उनको आगे रोके. ആർക്കും അദ്ദേഹത്തിനെ തടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. तो हुजूर की दुआ क्या थी? എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ? क्या दुआ थी? എന്താണ് ദുആ? कि इन दो में से जो तुझे पसंद है, ഈ രണ്ടിൽ ഏത് ഉമറിനാണ് നിനക്കിഷ്ടം, उसको ईमान देकर इस्लाम को और मुसलमानों को क़ुव्वत दे, हम कमजोर हैं बहुत. ആ ആൾക്ക് നീ ഇസ്ലാം നൽകി ഇസ്ലാമിനും ഈമാനിനും നീ ശക്തി പകര് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. तो वो दुआ किसके हक में कबूल हुई? ആ ദുആ ആരുടെ പേരിലാണ് സ്വീകരിക്കപ്പെട്ടത്? तो हुजूर की जरा मिलाओ, दोनों को मिलाओ. നമ്മളിതൊന്ന് രണ്ടും കൂടി ചേർത്ത് വായിക്കണം. कि हुजूर की दुआ क्या थी? कि जो तुझे पसंद है, दो में से तुझे कौन सा पसंद है, उसको ईमान देकर मुसलमानों को ताकत दे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്താണ്? ഏത് ഉമറാണോ നിനക്കിഷ്ടം ആ ഉമറിനെ നൽകി നീ ദീനിനെ ശക്തിപ്പെടുത്തണം. तो दीन के काम में लगाना ये अल्लाह की पसंद की अलामत है. ഈ ദീനിന്റെ പരിശ്രമവുമായി നമ്മൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചത് അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. दिल में भी वही डालता है ഹൃദയത്തിൽ നന്മ ചിന്തിപ്പിക്കുന്നതും അവനാണ്. और आदमी को भी उस काम में लगाता है. മനുഷ്യനെ ആ കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ച് നടത്തുന്നതും അവനാണ്. फिर फरिश्ते को पीछे लगाता है जो उसकी मदद करे. ഒരു മലക്കിനെ അവനെ പിന്നിലാക്കിക്കൊണ്ട് അവനെ സഹായിപ്പിക്കുന്നു. तो क़यामत तक उमर तो नहीं होंगे मदद करने के लिए. ഖിയാമത്ത് നാൾ വരെ ഉമറൊന്നും ഉണ്ടാവില്ല സഹായിക്കാൻ. हर जमाने में उमर कहाँ से आएंगे? എല്ലാ കാലഘട്ടത്തിലും ഉമർ ഉണ്ടാവുമോ സഹായിക്കാൻ? फिर कौन आएगा? ആരാണ് നമ്മളെ സഹായിക്കുക? अल्लाह कहते फरिश्ता लगाएगा. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വെച്ച് മനുഷ്യരെ സഹായിക്കും. तो भाइयों हमें खुश हो जाना चाहिए അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. कि अल्लाह ने तबलीग में लगाया है तो पसंद करके लगाया है. അള്ളാഹു നമ്മളെ തബ്ലീഗിൽ ബന്ധപ്പെടുത്തി, അത് നമ്മളെ ഇഷ്ടപ്പെട്ട് ബന്ധപ്പെടുത്തിയതാണ്. हम खुद ब खुद नहीं लग गए. നമ്മൾ സ്വയം അതിൽ പോയി അങ്ങോട്ട് ചേർന്നതല്ല. वो अल्लाह ने हमें हमारे दिल में मोहब्बत डाल के हमें लगाया. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മൾക്ക് ദീനിനോട് ബന്ധപ്പെടാൻ, ദീന്റെ പ്രവർത്തനത്തിനോട് ബന്ധപ്പെടാൻ തൗഫീക്ക് നൽകി. और हम आगे जो इरादे करेंगे उसमें अल्लाह फरिश्ते को हमारे साथ लगाएगा जो हमारी मदद करके हमको चलाएगा, आगे बढ़ाएगा. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നന്മ പ്രേരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നമ്മളെ പിറകിൽ നമ്മളെ അള്ളാഹു തീരുമാനിക്കും. ആ മലക്കിനെ കൊണ്ട് നമ്മളെ സഹായിപ്പിക്കും. इस पर ईमान रखना चाहिए അതിൽ നമ്മൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവണം. और अल्लाह से दुआ करना चाहिए നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. कि अल्लाह हमें हमारे हाल पर मत छोड़. നമ്മൾ പറയണം അള്ളാഹുവിനോട്, അള്ളാഹുവേ നീ നമ്മളിലേക്ക് തന്നെ വിട്ടേക്കല്ലേ. जिस तरह हदीस की दुआ है, अल्लाहुम्मा वाक़िअतन का वाक़िअतिल वलीद. अल्लाह जिस तरह छोटे बच्चे को हाथ पकड़कर चलाते हैं, छोटा बच्चा चल नहीं सकता, हाथ पकड़ कर चलाते हैं, इस तरह तू हमारा हाथ पकड़कर हमें चला. ഹദീസിലെ ദുആ ഉണ്ട്, അള്ളാഹുവേ നീ ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു രക്ഷിതാവ് കൈപിടിച്ച് നടത്തുന്നത്, ഇതുപോലെ നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. तो इस हिम्मत पे इरादे करने चाहिए कि हम इरादा कर रहे हैं अल्लाह की मदद हमारे साथ है, वो हमसे कब लेगा. നമ്മുടെ സ്വന്തം ബലത്തിൽ, നമ്മുടെ സ്വന്തം ഹിമ്മത്തിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു നമ്മളെ സഹായിക്കുന്നത്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള നന്മ, ആ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ് ഇതിനുള്ള നമുക്ക് തൗഫീക്ക്. ഇതാണ് നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. तो करेंगे सब इरादे. എല്ലാവരും ഇൻഷാല്ലാ നിയത്ത് വെക്കൂലേ? ताकत नहीं है, ഇൻഷാല്ലാക്ക് ഒരു ശക്തി ഇല്ലല്ലോ, हिम्मत नहीं है. हिम्मत ഒരു ധൈര്യമില്ലല്ലോ. केरला वाले तो बड़े हिम्मत वाले लोग होते हैं. കേരളക്കാർ വലിയ ധൈര്യശാലികളാണല്ലോ. दुनिया के कोनों कोनों में चले गए हैं. ലോകത്തിന്റെ മുക്കും മൂലയും നിങ്ങൾ അരിച്ചു പെറുക്കുന്നല്ലോ. और ये फैसल देखो जाके आ गए, वो बोल रहा सिडनी में कितने केरला वाले हैं, 100 से ये मिल के आए हैं सिडनी में. കേരളത്തിലെ നമ്മളെ ഫൈസല് സിഡ്നി പോയി 100 മലയാളികളെ കണ്ടു. मशरिक का किनारा, അതെവിടാണ്? അത് കിഴക്കിന്റെ ഏറ്റവും അങ്ങേയറ്റം, അല്ല പടിഞ്ഞാറിന്റെ അങ്ങേയറ്റം. यहाँ से 15 घंटे का प्लेन, 15 മണിക്കൂർ യാത്ര. तो
वहां दुनिया के लिए वहां तक पहुंच गए। ദുനിയാവിന്റെ ആവശ്യത്തിനു വേണ്ടി ഓസ്ട്രേലിയ വരെ എത്തുന്നു മനുഷ്യർ. तो क्या दीन के लिए नहीं जाएंगे? എന്താ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി പോവൂലേ? ഇൻഷാ അല്ലാഹ്. तो हिम्मत करो. അതിനുവേണ്ടി നമ്മൾ ഹിമ്മത്ത് ഉണ്ടാക്കണം, ഹിമ്മത്ത് വെക്കണം. तो सब नियत करो 4-4 महीने मुल्कों में जाना है. അതുകൊണ്ട് എല്ലാവരും നിയത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് 4 മാസം വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ജമാഅത്തുകൾ പോകണം. എല്ലാവരും നിയത്ത് വെക്കും ഇൻഷാ അല്ലാഹ്. वो 50 आदमियों ने तो रात को नाम दिए हैं. 50 പേര് ഇന്നലെ രാത്രി പേരുകൾ നൽകി. अब तो सब नियत करो. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിയത്ത് വെക്കും ഇൻഷാ അല്ലാഹ്. लेकिन फॉरेन में जाने के लिए पासपोर्ट होना, वीजा होना. വിദേശത്തേക്ക് പോകണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് പാസ്പോർട്ട് വേണം, 2 വിസ വേണം. तबलीग में जाने के लिए एक और कंडीशन है. തബ്ലീഗിൽ ഒരു കണ്ടീഷനും കൂടിയുണ്ട് വിദേശത്ത് പോകാൻ. 4 महीने होना. 4 മാസം ഇന്ത്യയിൽ പോയിരിക്കണം. पहले 4 महीने यहाँ लगाना. അതുകൊണ്ട് 4 മാസം ആദ്യം ഇന്ത്യയിൽ പോകണം. वहां जाके क्या करोगे अगर यहाँ नहीं लगाए तो? അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യന്? ഇവിടെ 4 മാസം പോയിട്ടില്ല എങ്കിൽ यहाँ करके सीखना, ഇവിടെ 4 മാസം പോയി ദീനിന്റെ പരിശ്രമം പരിശീലിക്കണം. तो वहां जाके लगाना. എന്നിട്ട് അവിടെ പോയി ദീനിന്റെ പരിശ്രമം ചെയ്യണം. तो जिन्होंने 4 महीने अब तक नहीं लगाया वो नियत कर लो, इंशाल्लाह 4 महीने लगाएंगे. 4 മാസം ഇതുവരെ പോകാത്തവർ നിയത്ത് വെക്കാൻ ഇൻഷാല്ല 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകും ഉടനെ തന്നെ. बोलो. പറയേ ഇൻഷാല്ല. फिर मुल्कों में जाएंगे. എന്നിട്ട് വിദേശത്തേക്ക് പോകണം ഇൻഷാല്ല. तो तबलीग के काम के 2 हिस्से हैं. തബ്ലീഗിന്റെ പരിശ്രമത്തിൽ 2 ഭാഗങ്ങളാണ്. एक बाहर निकल के दीन का काम करना, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് പുറത്തേക്ക് പോയി പരിശ്രമിക്കൽ. 4 महीने लगाना, चिल्ला लगाना, 40 ദിവസം പോകൽ, 40 ദിവസം 4 മാസം പോകൽ, पैदल जमातों में जाना, നടന്നു പോകുന്ന ജമാത്തിൽ പോകൽ, मुल्कों में जाना. വിദേശത്തേക്കുള്ള യാത്രകൾ. ये जो पैदल जमातें चलती है हमारी, वो उसको इंग्लैंड में अंग्रेजी में अंग्रेज लोग जो है ना, वो उनको क्या मालूम पैदल जमात, तो वो इंग्लिश में बोलते हैं प्रीस्ट ऑन फुट. നമ്മളുടെ പൈതൽ ജമാത്തുകൾ, നടന്നു പോകുന്ന ജമാത്തുകളെ കുറിച്ച് ഇംഗ്ലണ്ടിലുള്ള ആൾക്കാര് അവർക്ക് പൈതൽ ജമാത്ത് എന്ന് പറയാൻ അറിയില്ല. അവർ പറയുന്നത് പ്രീസ്റ്റ് ഓൺ ഫുട്ട്, പ്രബോധകർ, നടന്നു പോകുന്ന പ്രബോധകർ. वहां के अंग्रेज लोग बोलते हैं. അങ്ങനെയാണ് ഇംഗ്ലീഷുകാര് പൈതൽ ജമാത്തിനെ കുറിച്ച് പറയുന്ന പേര്. क्या प्रीस्ट लोग हैं? ഇവര് പ്രീസ്റ്റാണ്, പ്രബോധകരാണ്, നടന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നവർ. प्रीस्ट लोग हैं, ऑन फुट हैं. അവര് ഓൺ ഫുട്ട്, അവര് കാൽനടയായ പ്രീസ്റ്റ് ഫുട്ട്, പ്രീസ്റ്റ് ഓൺ ഫുട്ട്. तो उनके भी दिल बदल जाते हैं. അവരുടെ ഹൃദയങ്ങൾ ഇത് കണ്ട് മാറിപ്പോകാറുണ്ട്. तो तबलीग के काम का एक हिस्सा है 4-4 महीने पैदल लगाना, मुल्कों में जाना. തബ്ലീഗിന്റെ പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണ് 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിദേശത്ത് പോകൽ, നടന്നു പോകൽ, പുറത്തേക്ക് വിദേശ യാത്ര ചെയ്യൽ, चिल्ला लगाना. 40 ദിവസം പോകൽ. दूसरा हिस्सा है अपने मकाम पर रहने के जमाने में भी काम करना. രണ്ടാമത്തെ ഭാഗമാണ് നാട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിലുള്ള ദീനിന്റെ മുഖാമിയായ പരിശ്രമം. ये नहीं कि सिर्फ बाहर जाएंगे तो तबलीग करेंगे. പുറത്തു പോയാൽ മാത്രം ചെയ്യുന്ന ജോലിയല്ല തബ്ലീഗിന്റെ പരിശ്രമം. हर एक आदमी हमेशा तो बाहर नहीं रहेगा. ഒരാൾ എല്ലാ സമയത്തും അയാൾക്ക് പുറത്ത് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. उसका ज्यादा जमाना अपने मुकाम पर गुजरता है. അവരുടെ അധിക സമയങ്ങളും അവരുണ്ടാകുന്നത് സ്വന്തം നാട്ടിൽ തന്നെയാണ്. 4 महीने भी अगर जाएगा तो बाकी 8 महीने कहाँ रहेगा? 4 മാസം ഒരാൾ വിദേശത്ത് പോയാൽ തന്നെയും ബാക്കി 8 മാസം അയാൾ ചെലവഴിക്കേണ്ടത് എവിടെയാണ്? कहाँ रहेगा? അവരുടെ സമയം എവിടെ ചെലവഴിക്കണം? अरे बोलो ना भाई. പറയും സഹോദരന്മാരെ, अपने मुकाम पर रहेगा. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചെലവഴിക്കേണ്ടത്. तो तबलीग 4 महीने का काम नहीं, पूरी जिंदगी का काम है. തബ്ലീഗിന്റെ പരിശ്രമം 4 മാസത്തേക്കുള്ള പരിശ്രമമല്ല, മുഴുവൻ ജീവിതവും ചെയ്യേണ്ട പരിശ്രമമാണ്. तो बाहर निकलने के जमाने में बाहर काम करना, मुकाम पर रहने के जमाने में अपने मुकाम पर काम करना. പുറമെ പോയി പരിശ്രമിക്കുമ്പോൾ പുറമെ പരിശ്രമിക്കുക, നാട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പരിശ്രമത്തിൽ മുഴുകുക. अपने काम कारोबार के साथ. നമ്മുടെ ജോലി നമ്മുടെ കച്ചവടത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ. उसका क्या तरीका है? അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ട രീതികൾ? उसके लिए रोजाना 3 काम करना. അതിനുവേണ്ടി ദിവസേന നമ്മൾ ചെയ്യേണ്ടുന്ന 3 ജോലികൾ. रोजाना ദിവസേന बोलो भाई. പറയും 3 काम. 3 പണി. किसी एक नमाज के बाद ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം थोड़ी देर तालीम, കുറച്ച് സമയം താലീം ചെയ്യുക, थोड़ी देर मशवरा, കുറച്ച് സമയം മശൂറ ചെയ്യുക, फिर घर घर जाके भाइयों से मिलना. പിന്നെ വീട് വീടാന്തരം പോയി മുലാഖാത്ത് ചെയ്യാം.
ये है रोजाना 2.5 घंटे, ഇതാണ് ദിവസേനയുള്ള 2.5 മണിക്കൂർ പരിശ്രമം. रोज के 3 काम. ദിവസേന 3 അമലുകൾ. और ये 24 घंटे का 10वां हिस्सा है. ഇത് 24 മണിക്കൂറിന്റെ 10-1. मैं बोल रहा था ना रात को ഞാൻ നിങ്ങളോട് രാത്രി പറഞ്ഞില്ലേ, कि 10वां हिस्सा अल्लाह के दीन के लिए लगाना. 10-1 അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ. अरे 10वां हिस्सा भी दीन के लिए नहीं दे सके, फिर हम क्या देंगे भाई? അഥവാ നമുക്ക് 10-1 പോലും ദീനിന്റെ പേരിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല, പിന്നെ എന്തിനു പറ്റും നമ്മൾ? मुसलमान बोलता है दीन के लिए जान दे देंगे, जान दे देंगे. हमारे यहाँ बहुत जज्बात के लोग होते हैं, वो बोलते हैं दीन के लिए जान दे देंगे. केरला वाले तो बहुत जज्बात के लोग हैं. अरे दीन के लिए जान देना तो बात की बात है, पहले तो 10वें का 1 हिस्सा दे दो. നമ്മളെ നാട്ടിലെ ആൾക്കാര് ഭയങ്കര ആവേശക്കാര്. അവർ പറയും ദീനിനു വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കേരളക്കാരാണെങ്കിൽ കുറച്ചും കൂടി ആവേശത്തിൽ വളരെ മുമ്പിലാണ്. നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? മുഴുവൻ കൊടുക്കുന്നത്, ജീവൻ കൊടുക്കുന്ന അവിടെ നിൽക്കട്ടെ, 10-1 ദിവസേന നിങ്ങൾ കൊടുക്കും. 10वें का 1 हिस्सा भी नहीं दे सके तो जिंदगी क्या दोगे भाई? 10-1 പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ എങ്ങനെ മുഴുവൻ ജീവിതം കൊടുക്കും? तो नियत करो रोजाना इंशाल्लाह 10वां हिस्सा दीन के लिए लगाएंगे. അതുകൊണ്ട് നിയത്ത് വെക്കി ഇൻഷാല്ലാ ദിവസേന ജീവിതത്തിന്റെ 10-1 അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കും. ഇൻഷാല്ലാ പറയുന്നു. रोजाना का अमल फरिश्ते लिखेंगे. ദിവസേന അമല് മലക്കുകൾ എഴുതും ഇൻഷാല്ലാ. हमारी नामे अमल की किताब तैयार हो रही है. നമ്മളുടെ പേരിലുള്ള നമ്മുടെ അമലിന്റെ ഗ്രന്ഥം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. रोजाना हमारी डायरी लिख रहा है फरिश्ता. നമ്മളുടെ ഡയറിയില്, നമ്മുടെ അമലിന്റെ കിതാബിൽ മലക്കുകൾ ദിവസേന എഴുതിക്കൊണ്ടിരിക്കുകയാണ്. तो कोई दिन हमारा दीन के काम से खाली नहीं जाना चाहिए. അങ്ങനെയുള്ള ഒരു ദിവസം പോലും, ആ ഡയറിയിൽ ഒരു ദിവസം പോലും അമലില്ലാത്ത, അതിന് സമയം കൊടുക്കാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല. आज की डायरी में कुछ भी नहीं है, ഇന്നത്തെ പേജിൽ ഒന്നുമില്ല, खाली दुनिया भरी हुई है. അതിൽ വെറും ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം. क्या किया दीन के लिए? ദീനിന് വേണ്ടി എന്ത് ചെയ്തു? वो डायरी खाली पड़ी है. ആ ഡയറി, ആ പേജ് കാലിയാണ്. कितनी बड़ी अफसोस की बात होगी ഖിയാമത്ത് में. എത്ര വലിയ ഖേദത്തിന് കാരണമായി തീരും ഖിയാമത്ത് നാളിൽ ഇതെടുത്ത് നോക്കിയാൽ. अफसोस करेगा कि मैंने सारा क्यों दुनिया के लिए लगाया. അവിടെ ഇരുന്ന് നമ്മൾ ഖേദിക്കും, പടച്ചോൻ ഈ മുഴുവൻ ദിവസം ഞാൻ ദീനിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. अरे तबलीग वाले इतना बोलते रहे, अरे 10वां लगा दो. मैंने 10वां नहीं लगाया. वो जब देखेगा खाली पड़ा है तो कितनी ഖിയാമത്ത് में अफसोस होगा. തബ്ലീഗുകാര് നമ്മളടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു 10-1 കൊടുക്കിൻ, 10-1 കൊടുക്കിൻ, 10-1 കൊടുക്കിൻ, പക്ഷെ ഞാൻ ചെയ്തില്ലല്ലോ, ഇന്ന് എന്റെ ഡയറി കാലിയായി പോയല്ലോ, അന്ന് ഖേദിക്കും. सब दुनिया के लिए लगा दिया. മുഴുവനും ദുനിയാവിന് വേണ്ടിയാണല്ലോ ഞാൻ ചെലവഴിച്ചത്. तो नियत करो 10 हिस्से में 1 हिस्सा जरूर लगाएंगे. അതുകൊണ്ട് നിയത്ത് വെക്കി ഇൻഷാല്ലാ 10-1 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും എന്നെല്ലാരും നിയത്ത് വെക്കി ഇൻഷാല്ലാ. क्या करना है इसमें? അതിലെന്താണ് ചെയ്യേണ്ടത്? 3 काम. 3 കാര്യങ്ങൾ. किसी एक नमाज के बाद तालीम करो. ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം താലീം ചെയ്യണം. किसे कहते हैं तालीम? താലീം എന്തിനാണ് താലീം എന്ന് പറയുന്നത്? कौन से अमल से अल्लाह खुश होता है? ഏത് അമൽ കാരണമായിട്ടാണ് അള്ളാഹു സന്തോഷിക്കുന്നത്? उसका क्या बदला दुनिया में देता है, क्या बदला आखिरत में देता है? അതിന് പ്രതിഫലമായി ദുനിയാവിൽ അള്ളാഹു എന്ത് നൽകും, ആഖിറത്തിൽ അതിന് പ്രതിഫലമായി എന്ത് നൽകും? जो अल्लाह ने बताया वो कुरान में है, जो हुजूर ने बताया वो हदीस में है. അള്ളാഹു പറഞ്ഞത് ഖുർആനിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ഹദീസുകൾ. कौन से अमल से अल्लाह खुश होता है? ഏതെല്ലാം അമൽ കാരണമായി അള്ളാഹു സന്തോഷിക്കും? खुश होके क्या देता है? സന്തോഷിച്ചാൽ അള്ളാഹു നൽകുന്നത് എന്ത്? दुनिया में क्या देता है, मरने के बाद क्या देता है? ദുനിയാവിൽ എന്ത് നൽകും, മരണത്തിന് ശേഷം എന്ത് നൽകും? हाँ, तो एक बड़े आलिम शेखुल हदीस 47 साल उलमा को पढ़ाया. ഒരു വലിയ ഷെയ്ഖുൽ ഹദീസ്, അദ്ദേഹം 44 വർഷം ഉലമാക്കളെ പഠിപ്പിച്ച ഷെയ്ഖുൽ ഹദീസ്. आखिरी साल उलमा को 47 साल पढ़ाया. അവസാന വർഷ ഉലമാക്കളെ 44 വർഷം കിതാബ് പഠിപ്പിച്ച മഹാൻ. उन्होंने 80 पर 4 हदीस की पुरानी बुजुर्गों की किताबों से वो हदीसें जमा की. അദ്ദേഹം 84 കിതാബുകൾ, ഹദീസിന്റെ കിതാബുകളിൽ നിന്നും അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതി. कुरान से और हदीस. ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും. कि कौन से अमल पे अल्लाह क्या देता है. ഓരോ അമലിലും അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്താണ്? किसने जमा किया? ആരാണ് ഒരുമിച്ച് കൂട്ടിയത്? 47 साल जिसने उलमा को पढ़ाया. 44 വർഷം ഉലമാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത ഒരു വലിയ പണ്ഡിതൻ. हाँ,
अलिफ बेते के बच्चों को नहीं, അലിഫ് ബാത്ത പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളല്ല, उलमा को। ഉലമാക്കൾക്ക് ക്ലാസ് എടുക്കുന്ന പണ്ഡിതൻ. उन्होंने इन किताबों से जमा किया, അദ്ദേഹമാണ് ഈ കിതാബ് എഴുതിയത്. उसी का नाम है फजाइल। ആ കിതാബിന്റെ പേരാണ് അമലുകളുടെ മഹത്വങ്ങൾ. उसमें वो सारे हीरे मोती जमा किए। അതിൽ അദ്ദേഹം ഈ വില പിടിച്ച വജ്രങ്ങൾ, രത്നങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. थोड़ी देर रोजाना उसे पढ़ना सुनना, കുറച്ചു നേരം എല്ലാ ദിവസവും ഇത് വായിക്കൽ പഠിക്കൽ. उसमें एक नूर है, അതിലൊരു പ്രകാശമുണ്ട്. वो नूर कानों से दिल में जाता है, അത് കാതിലൂടെ ഹൃദയത്തിലേക്ക് കയറും. और जब वो नूर दिल, अल्लाह की बात में नूर, रसूल की बात में नूर, അള്ളാഹുവിന്റെ വാക്കുകളിൽ പ്രകാശമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ പ്രകാശമുണ്ട്. वो नूर कानों से दिल में जाता है। जब सुनेंगे അത് ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് കയറും. നമ്മൾ കേൾക്കുമ്പോൾ उसका असर अमल पर डालता है आदमी को, അതിന്റെ പ്രതിഫലനം അമലിലൂടെ പുറത്തേക്ക് വരും. उससे अमल का शौक पैदा होता है। അത് അമലുകൾ ചെയ്യാനുള്ള ആഗ്രഹം ജനിപ്പിക്കും. देखो भाई, सर में दर्द होता है तो डॉक्टर कैप्सूल देता है, टैबलेट देता है, तो वो कैप्सूल टैबलेट उसको क्रश करके यहाँ लगाते हैं। നമ്മുടെ തലക്ക് വേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ഗുളിക എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആ ഗുളിക പൊട്ടിച്ച് അത് തലയിൽ തേക്കലാണോ? अरे क्या करते केरला में, बोलो। കേരളത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയും. अरे बोलो। പറയും. खाते खाते അത് തിന്നലാണ് നമ്മൾ ചെയ്യുന്നത്. वो कहाँ गया? അവിടെ എങ്ങോട്ടാ പോയത്? വയറ്റിൽ അല്ല, കഴിച്ചപ്പോ എങ്ങോട്ടാ പോയത്? पेट में गया, അത് വയറ്റിൽ പോയി. लेकिन उसका असर सिर में हुआ। പക്ഷെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് തലയിലാണ്. गोली पेट में जाती है, सिर का दर्द दूर होता है। വയറ്റില് ഗുളിക പോയി മാറ്റമുണ്ടായത് തലക്കാണ്. गोली तो गई पेट में, असर गया सिर में। നമ്മുടെ ഗുളിക പോയത് വയറ്റിലേക്കാണ്, അതിന്റെ അസർ, അതിന്റെ പ്രതിഫലനം ഉണ്ടായത് തലയിലാണ്. इसी तरह अल्लाह रसूल की बात सुनेंगे, कुरान की हदीस की, तो उसका असर जिंदगी पे पड़ेगा। ഇതുപോലെ ഖുറാനിന്റെ ഹദീസിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടാല് അത് കേറുന്നത് ഹൃദയത്തിലാണ്, അത് നമ്മുടെ ജീവിതത്തിലൂടെ അമലിൽ അത് വെളിവാകും. उन अमाल का शौक पैदा हो, അമലുകളോടുള്ള ഒരു ഇഷ്ടം, ഒരു ഷൗക്ക് ഉണ്ടായിത്തീരും. इसी को घर में पढ़ना, ഇത് നമ്മുടെ വീടുകളിൽ നമ്മൾ വായിക്കണം. ताकि हमारे घर में भी वो जिंदगी आए। അത് കാരണമായി നമ്മളെ വീടുകളിലും അതിനോടുള്ള അത് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടായിത്തീരും. बीवी में, बच्चों में, കുട്ടികളില്, ഭാര്യയില് എല്ലാം ഉണ്ടായിത്തീരും. हदीस में आता है कि जिस घर में कुरान, नमाज, तालीम, जिक्र होता है तो फरिश्तों को बुलाते हैं, आओ जी आओ, यहाँ खाना भी है और ठिकाना भी है। ഹദീസിലുണ്ട്, ഏത് വീടുകളിൽ അമലുകൾ നടക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ ചെയ്യുന്നുണ്ട്, താലീം നടക്കുന്നുണ്ട്, ആ വീടുകളിലേക്ക് മലക്കുകൾ, മറ്റു മലക്കുകളെ വിളിക്കും, എല്ലാരും വരീൻ, എല്ലാരും വരി, ഇവിടെ ഭക്ഷണവുമുണ്ട്, ഇവിടെ താമസിക്കാൻ ഇടവുമുണ്ട്. तो फरिश्ते आ जाते हैं। ആ വിളി കാരണമായി മലക്കുകൾ സംഘം ആ വീട്ടിലേക്ക് ചേരുന്നതാണ്. फरिश्ते नूर हैं। മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. जब नूर आता है तो अंधेरा दूर हो जाता है। പ്രകാശം വന്നാൽ അന്ധകാരം മാറിപ്പോകുന്നതാണ്. सुबह का सूरज निकलता है, रात का अंधेरा टिक नहीं सकता। സുബൈക്ക് ഉദിച്ചു വരുന്ന സൂര്യൻ അത് രാത്രിയുടെ അന്ധകാരത്തിനെ ഒഴിവാക്കുന്നത് പോലെ. तो जब वो फरिश्ते अंदर आते हैं तो शयातीन बलाएं, ये सब अंधेरा है, ये घर से दूर हो जाती है। ഈ മലക്കുകൾ നമ്മുടെ വീടുകളിൽ കൂട്ടം കൂട്ടമായി വരുമ്പോൾ അവരുടെ പ്രകാശം കാരണമായി ശൈത്താന് പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ബല, മുസീബത്തുകൾ എല്ലാം അത് ഇല്ലാതാകുന്നതിന് കാരണമായി തീരും. सब अंधेरे दूर हो जाते हैं, എല്ലാ അന്ധകാരങ്ങളും ഇല്ലാതാകുന്നതിന് കാരണമായി തീരും. कि पावर आ गया, लाइट आ गया, വെളിച്ചം വന്നു, കറണ്ട് വന്നു, വെളിച്ചം വന്നു പോലെ अंधेरा गया, ഇരുട്ട് പോയി. तो इन अमाल से फरिश्ते आते हैं। ഈ അമലുകളെ കൊണ്ട് മലക്കുകളെ ഈ പ്രകാശം ഉണ്ടായിത്തീരുന്നതാണ്. वो कहते हैं हमारी ग़िज़ा है यहाँ। ഇവിടെ നമ്മൾക്ക് ഭക്ഷണമുണ്ട്. तो फरिश्तों की ग़िज़ा क्या है? മലക്കുകളുടെ ഭക്ഷണം എന്താണ്? पराठा? പൊറാട്ടാണോ മലക്കുകൾ തിന്നുന്നത്? अरे ये अमल ग़िज़ा है। ഈ അമലുകൾ, മനുഷ്യർ ചെയ്യുന്ന അമലുകളാണ് മലക്കുകളുടെ ഭക്ഷണം. तो जहाँ ये अमल होते हैं वहाँ फरिश्ते आ जाते हैं। എവിടെ അമലുകളുണ്ടോ അവിടെ മലക്കുകൾ വരുന്നതാണ്. तो नूर आया, പ്രകാശം ഉണ്ടായിത്തീരുന്നതാണ്. अंधेरे गए,
ഇരുട്ട് ഇല്ലാണ്ടാകുന്നതാണ്. घर की बलाएं गई വീട്ടിലുള്ള എല്ലാ ബല മുസീബത്തുകളും ഇല്ലാണ്ടാവും. और जहाँ सब कुछ है लेकिन अमल नहीं है ഒരു വീട്ടിൽ എല്ലാം ഉണ്ട്, പക്ഷെ അമലുകളില്ല. तो फरिश्ते कहते हैं चलो जी चलो यहाँ से, यहाँ ना खाना है ना ठिकाना है. അപ്പൊ മറ്റേ മലക്കിനോട് പറയും, നിക്കണ്ട, ഇവിടെ നമ്മൾക്ക് ഭക്ഷണവുമില്ല, താമസിക്കാൻ ഇടവുമില്ല. तो फरिश्ते गए എല്ലാ മലക്കുകളും വിട്ടുപോകും. तो पावर गया. അത് കറണ്ട് പോകുന്നത് പോലെ. तो पावर गया तो क्या आता है? കറണ്ട് പോയാൽ പിന്നെ എന്താ വരുന്നത്? अंधेरा. ഇരുട്ട് വരും. हाँ, बलाएं मुसीबतें आती है. എല്ലാ ബലാകളും മുസീബത്തുകളും വരും വീട്ടില്. फिर शिकायत करते हैं मौलवी साहब बहुत परेशानी है, सब है लेकिन टेंशन. അപ്പൊ വന്നിട്ട് പറയും, മൗലവി സാബ് എല്ലാം ഉണ്ട്, പക്ഷെ എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, വലിയ ടെൻഷനിലാണ് നമ്മള്. ടെൻഷൻ. തലന്റെ രണ്ട് ഭാഗത്ത് ടെൻഷൻ, രണ്ട് ഭാഗത്തു കൂടെ വരും. പുതു ബിമാരി. ഇത് ഒരു പുതിയ ഒരു അസുഖമാണ്. നയി ബിമാരി. ഇതൊരു പുതിയൊരു രോഗമാണ്. പുതിയ രോഗങ്ങൾ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പണ്ട് കോവിഡ് ഉണ്ടായിരുന്നില്ല, അപ്പൊ കോവിഡ് ഒരു പുതിയ രോഗം വന്നു. മുഴുവൻ ലോകം ബുദ്ധിമുട്ടിലായി, പരിഭ്രാന്തിയിലായി. ഇത് ഒരു പുതിയൊരു ഒരു രോഗമാണ്, ടെൻഷൻ. എല്ലാം ഉണ്ട്, പൈസ ഉണ്ട്, പൈസ ഉണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, പക്ഷെ ടെൻഷൻ. और अल्लाह बोलता है कि अल्लाह बिज़िक्रिल्लाह ही तत्मइन्नुल, कि जिक्र में तुम्हारे लिए इत्मीनान है भाई. അള്ളാഹു പറയുന്നു, ദിക്റിലാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ സമാധാനം വെച്ചിരിക്കുന്നത്. हम ढूंढ रहे बाहर जाके. നമ്മൾ പോയി സമാധാനം തേടുന്നത് വസ്തുക്കളിൽ, പുറത്ത് പോയി തേടുന്നു. अल्लाह जहां बोल रहा है वहां नहीं ढूंढ रहे. അള്ളാഹു പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരയുന്നില്ല. खुद बाहर जाके ढूंढ रहे. മറിച്ച് പുറത്തു പോയി സമാധാനം തേടുകയാണ്. तो भाइयों घरों में तालीम जारी करो. അതുകൊണ്ട് നമ്മളെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, താലീമുകൾ തുടങ്ങണം. നമാസ്, ഖുർആൻ, നമസ്കാരം, ഖുർആൻ ഓതൽ, ये घर में फिजा बनना चाहिए. ആ അന്തരീക്ഷം നമ്മളെ വീടുകളിൽ ഉണ്ടായിത്തീരണം. ये जब बनेगी जब औरतों में दीन आएगा. ഇത് എപ്പോഴാണ് ഉണ്ടായിത്തീരുക? വീടുകളിൽ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളിൽ ദീൻ ഉണ്ടായിത്തീരുമ്പോൾ. बच्चों में दीन औरतों से आएगा. കുട്ടികളിൽ ദീൻ ഉണ്ടാകുന്നത് സ്ത്രീകളിലൂടെയാണ്. घर में दीन मर्द से नहीं, औरत से आएगा. വീട്ടിൽ ദീൻ ഉണ്ടാകുന്നത് ആണുങ്ങളിലൂടെയല്ല, മറിച്ച് സ്ത്രീകളിലൂടെയാണ്. हाँ, घर की मालिका वो है. വീട്ടിന്റെ ഉടമസ്ഥ, വീട്ടിന്റെ മുതലാളി ഭാര്യ തന്നെയാണ്. एक कितना बड़ा आदमी हो लेकिन इसकी चलेगी नहीं घर में, वो बोलती है तुम्हारी बाहर चलेगी, हमारी घर में चलेगी. ഒരാൾ എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ മൂപ്പനാണെങ്കിലും ശരി, അയാളുടെ കാര്യങ്ങളൊന്നും വീട്ടിൽ നടക്കില്ല. പെണ്ണുങ്ങളെ അതൊക്കെ പുറത്ത്, വീട്ടിന്റെ പുറത്ത്. ഇവിടെ ഞാൻ പറയുന്നത് പോലെ वो प्रेसिडेंट की प्रेसिडेंट है. പ്രസിഡന്റിന്റെ പോലും പ്രസിഡന്റ് ആണ് ഭാര്യ. बाहर ये प्रेसिडेंट, घर में वो प्रेसिडेंट. പ്രസിഡന്റ് ഒക്കെ പുറത്ത്, വീട്ടിൽ ഇതാ ഞാനാണ് പ്രസിഡന്റ് എന്ന് ഭാര്യ. बाहर तुम प्रेसिडेंट बाहर, यहाँ नहीं चलेगा, यहाँ मेरा चलेगा. പ്രസിഡന്റ് ഒക്കെ അത് പുറത്ത്, ഇവിടെ ഇത് എന്റേതാണ്, ഞാൻ പറയുന്നത് പോലെ. तो औरत में दीन आएगा, बच्चों में दीन आएगा. പെണ്ണുങ്ങളിൽ ദീൻ ഉണ്ടായി കഴിഞ്ഞാൽ ആണുങ്ങളിൽ ദീൻ ഉണ്ടായിത്തീരും. बच्चों में അല്ല, കുട്ടികളിൽ ദീൻ ഉണ്ടായിത്തീരും. इसी के लिए बोलते हैं मदर टंग. അതുകൊണ്ടാണ് പറയുന്നത് മാതൃഭാഷ, മദർ ടങ്. केरला में फादर टंग है कि मदर टंग है? കേരളത്തിൽ ഫാദർ ടങ് ആണോ മദർ ടങ് ആണോ? बोल भाई മദർ ടങ്. हाँ, मैं तो दुनिया के बहुत मुल्कों में गया हूँ. ഞാൻ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. मुझे कहीं फादर टंग नहीं मिली. എവിടെയും ഞാൻ ഫാദർ ടങ് കണ്ടിട്ടില്ല. जितने मुल्कों में मैं गया सब जगह मदर टंग है. എവിടെ പോയാലും ഞാൻ കാണുന്നത് മാതൃഭാഷ സംസാരിക്കുന്നവരാണ്, മദർ ടങ്. तुम्हारे गूगल को पूछो कहीं फादर टंग है? നിങ്ങൾ ഗൂഗിളിനോടൊന്ന് ചോദിച്ചു നോക്കി, ഏതെങ്കിലും രാജ്യത്ത് ഫാദർ ടങ് ഉണ്ടോ? तो हर जगह क्या है? എല്ലാ സ്ഥലത്തും എന്താണ്? क्या मतलब इसका? അതിന്റെ അർത്ഥം എന്താണ്? बच्चा माँ की जबान बोलता है. കുട്ടികൾ ഉമ്മ പറയുന്നതാണ് കുട്ടികൾ സംസാരിക്കുന്നത്. माँ में दीन होगा तो बच्चे में दीन आएगा. ഉമ്മയിൽ ദീനുണ്ടെങ്കിൽ കുട്ടികളിൽ ദീനുണ്ടായിത്തീരും. माँ में दीन नहीं होगा तो बच्चे में दीन नहीं. ഉമ്മയിൽ ദീനില്ലെങ്കിൽ കുട്ടികളിൽ ദീനുണ്ടാവില്ല. इसके लिए औरतों को भी जमात में ले जाना. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാത്തിൽ കൊണ്ടുപോകണം. एक बार 3 दिन में जाके देखो, अपनी बीवी को लेके जाओ, अपनी बेटी को माँ के साथ लेके जाओ. ഒരു പ്രാവശ്യം നമ്മുടെ ഭാര്യയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 3 ദിവസം കൊണ്ടുപോയി ഒന്ന് നോക്കി. ഒരു പ്രാവശ്യം നമ്മുടെ മോളെയും കൂടി നമ്മുടെ ഭാര്യന്റെ കൂട്ടത്തിൽ ഒന്ന് കൊണ്ടുപോയി നോക്കി.
फिर देखो कैसी तब्दीली उनमें आ जाती है। അപ്പൊ നമുക്ക് കാണാം അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. औरत में तब्दीली जल्दी आती है, സ്ത്രീകളിൽ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിത്തീരും. खैर की तब्दीली भी जल्दी आती है, शर की तब्दीली भी जल्दी आती है। ഖൈറിലേക്കും അവര് പെട്ടെന്ന് മാറും, ഷർറിലേക്കും അവര് പെട്ടെന്ന് തന്നെ തിരിയും. तो एक 3 दिन जाकर देखो, ഒരു 3 ദിവസം ഭാര്യയും മോളൊക്കെ കൂട്ടി ജമാത്തിൽ പോയി ഒന്ന് നോക്കി. देखो कितनी बड़ी तब्दीली घर में आई। അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ എന്തോളം മാറ്റം ഉണ്ടാവും. फिर बच्चों में भी तब्दीली आई, നമ്മുടെ കുട്ടികളിൽ മാറ്റം ഉണ്ടായിത്തീരും. कि बच्चों की तरबियत तो माँ करती है। കുട്ടികളുടെ തർബിയത്ത് അവരെ സംസ്കരണം ഉമ്മമാരാണ് ചെയ്യുന്നത്. उनको कौन स्कूल को भेजती है? ആരാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്? आप भेजते हो कि आपकी बीवी भेजती है? നിങ്ങളാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് തയ്യാറാക്കി? उसका यूनिफॉर्म कौन तैयार करती है? അവരുടെ യൂണിഫോം ആരാണ് തയ്യാറാക്കുന്നത്? ദിവസം उसका होमवर्क कौन कराती है? ഹോംവർക്ക് കുട്ടികളെ കൊണ്ട് ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ये सारा आप करते हो या वो करती है? ഇത് നിങ്ങളാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണോ ചെയ്യുന്നത്? बोलो जी। പറയും, നിങ്ങൾ പറയും. हाँ, तो माँ में दीन आएगा तो बच्चों में दीन आएगा। കുട്ടികൾ സ്ത്രീകളിൽ ദീനുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളിൽ ദീനുണ്ടാവുന്നതിന് കാരണം. इसलिए उनको भी जमात में लेके जाओ। അതുകൊണ്ട് അവരെയും അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ നമ്മൾ ജമാത്തിൽ കൊണ്ടുപോകണം. 3 दिन में जाओ, 3 ദിവസം കൊണ്ടുപോകണം. उसके बाद 10 दिन जाओ, അതിനുശേഷം അവരെ കൂട്ടി 10 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകണം. फिर चुल्ले में जाओ, എന്നിട്ട് 40 ദിവസം അവരെ കൂട്ടി പോകണം. फिर उनको लेके मुल्कों में जाओ। അവരെയും കൂട്ടി പിന്നീട് വിദേശത്തേക്ക് 2 മാസത്തേക്ക് ജമാഅത്ത് പോകണം. माशाल्लाह कल कुछ लोगों ने अपनी बीवियों के साथ भी जमात पे जाने के लिए नाम दिया है। ഇന്നലെ കുറച്ച് ആൾക്കാര് അവരുടെ ഭാര്യമാരെയും കൂട്ടി വിദേശത്തേക്ക് പോകാൻ 2 മാസത്തേക്ക് പേര് തന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ്. आज अल्लाह का शुक्र है कि दुनिया के मुल्कों में हमारी जमातें औरतों के साथ काम कर रही हैं। ഇന്ന് അൽഹംദുലില്ലാഹ് ലോകം മുഴുവനും നമ്മുടെ ആൾക്കാര്, നമ്മുടെ കൂട്ടുകാർ അവരുടെ ഭാര്യയും കൂട്ടി വിദേശ രാജ്യങ്ങളിൽ ജമാത്തുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. हमारी बेंगलोर की 2 जमातें अभी अमेरिका में हैं। നമ്മുടെ ബാംഗ്ലൂരിലെ 2 മസ്ഫൂറാത്ത് ജമാഅത്ത് അതിപ്പോൾ അമേരിക്കയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. तो केरला में तो बहुत माशाअल्लाह माल है। കേരളത്തില് ഭയങ്കരമായ പൊട്ടൻഷ്യൽ ഉണ്ട്, മുതലുണ്ട്. तो फिर अपनी औरतों को भी लेकर दुनिया में जाओ। അതുകൊണ്ട് നമ്മുടെ സ്ത്രീകളെയും കൂട്ടി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടും. लेकिन शुरू 3 दिन से है, പക്ഷെ അത് തുടങ്ങേണ്ടത് ഒരു 3 ദിവസം കൊണ്ടാണ്. फिर 10 दिन में जाओ, പിന്നെ 10 ദിവസം പോയി, फिर चिल्ला, പിന്നെ 40 ദിവസം പോയി, फिर मुल्कों में। പിന്നെ വിദേശത്തേക്ക് പോയി. तो सब नियत करते हैं, എല്ലാവർക്കും നിയത്ത് വെച്ചൂടെ? ഇൻഷാല്ലാ. अल्लाह के भरोसे पे नियत करो। അതുകൊണ്ട് നമ്മൾ അള്ളാഹുവില് പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ നിയത്ത് വെക്കി ഇൻഷാല്ലാ. फिर 3 दिन से शुरू करो, എന്നിട്ട് ഒരു 3 ദിവസം വെച്ച് തുടങ്ങി इंशाल्लाह फिर घरों में तालीम शुरू हो जाएगी। വീട്ടിൽ താലീമ് അത് സ്ഥിരമായി നടക്കുന്നതിന് എളുപ്പമായി തീരും. 3 दिन लगा के आएगी तो घर में इंशाल्लाह नमाज भी शुरू होगी, तालीम भी शुरू होगी। വീട്ടിൽ നമസ്കാരത്തിന്റെ മാഹോല്, താലീമിന്റെ മാഹോല് അത് കാരണമായി ഉണ്ടായിത്തീരും. इसे तब्दीली घर में आएगी, അങ്ങനെ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടായിത്തീരും. ठीक है इंशाल्लाह। ചെയ്യൂല ഇൻഷാല്ലാ. कितने काम हुए? എത്ര ജോലികളായി പറയും? बोलो ना, कितने എത്ര പണികൾ പറഞ്ഞു ഇപ്പൊ? हाँ 3 हो गए, उनको बोलो ना। പറയും. 1 2 3 പറയും. എത്ര കാര്യം പറഞ്ഞു ഇപ്പൊ? हाँ तालीम, താലീം മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. मस्जिद में പള്ളിയില്, और घर में, വീട്ടില്. ये रोजाना करना। ഇത് ദിവസേന ചെയ്യണം. नाम में अमल में कभी खाली नहीं रहना। ഒരു ദിവസത്തെ പേജ് പോലും ഡയറിയിൽ അമലിന്റെ ഗ്രന്ഥത്തിൽ കാലിയുള്ള ദിവസം ഉണ്ടാകാൻ പാടില്ല. दूसरा काम, രണ്ടാമത്തെ കാര്യം, किसी एक नमाज के बाद मशवरा। ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം മശ്വറ ചെയ്യണം. क्या मशवरा? എന്താണ് ഇരുന്ന് ആലോചിക്കേണ്ടത്? मशवरा ये कि ये जो दीन का काम हो रहा है, मैं क्या कर सकता हूँ? ഈ ദീനിന്റെ പരിശ്രമം നടക്കുന്നുണ്ടല്ലോ, അതിൽ എനിക്കെന്താണ് പങ്ക്? എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? मुझे क्या करना चाहिए? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? और मैं क्या कर सकता हूँ? എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? आज दुनिया की फिक्रों ने हमारा दिल दिमाग भर दिया है। ഇന്ന് ദുനിയാവിന്റെ ചിന്തകൾ കാരണമായി നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ് മുഴുവനും അതിലായിപ്പോയിരിക്കുകയാണ്. कब्जा कर लिया है दिल पे, दिमाग पे दुनिया ने। അത് കേറി അങ്ങ് സ്ഥലം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലും തലച്ചോറിലും. सुबह उठते हैं दुनिया की फिक्रों में, रात को सोते हैं दुनिया की फिक्रों में। രാവിലെ എണീക്കുന്നത് തന്നെ ദുനിയാവിന്റെ ഫിക്കറിൽ, രാത്രി ഉറങ്ങുന്നതും ദുനിയാവിന്റെ ചിന്തയിൽ. सोते हैं तो ख्वाब भी वही देखते हैं। ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ പോലും ദുനിയാവിന്റെ ചിന്തകൾ മാത്രം. तो दुनिया ने ऐसे दिल दिमाग पे कब्जा कर लिया है। ദുനിയാവ് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലും തലച്ചോറും കേറി അങ്ങ് പിടിച്ചിരിക്കുകയാണ്.
तो ये थोड़ी देर का मशवरा ये आखिरत की फिक्र और दीन की फिक्र के लिए है। ഈ കുറഞ്ഞ നേരത്തെ മശ്വറ ആഖിറത്തിനെ കുറിച്ച് ദുനിയാവിനെ കുറിച്ചുള്ള ഒരു ഫിക്കറാണ്. कि मेरी आखिरत के लिए मुझे क्या करना है, എന്റെ ആഖിറം സമ്പാദിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, दुनिया के लिए क्या करना है वो तो 24 घंटे सोच रहा है। ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ട്. एक आदमी जमात में गया, ഒരാള് ജമാത്തിൽ പുറപ്പെട്ടു, 3 चिल्ले को गया था, 3-4 മാസത്തേക്ക് പുറപ്പെട്ടു. 3 दिन के बाद आके अमीर साहब से बोलने लगा, अमीर साहब मैं घर को जाता हूँ। 3 ദിവസത്തിന് ശേഷം അയാൾ പറഞ്ഞു, അമീർ സാഹിബ് ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് ചോദിച്ചു. तो अमीर साहब ने कहा कि तू अच्छा भला था कल तक, आज क्या हो गया तुझे? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് പെട്ടെന്ന് എന്ത് പറ്റി നിനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. तो उसने कहा कि अमीर साहब वो मेरे घर में मुर्गियां हैं, वो सब मुर्गियां एक बिल्ली खा गई। അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ കുറച്ച് കോഴികളുണ്ട്, ആ കോഴികളെല്ലാം ഒരു പൂച്ച തിന്നു കളഞ്ഞു. अरे क्या फोन आया नहीं तो मैसेज आया, तो बोला नहीं रात को ख्वाब आया। പറഞ്ഞു, എന്തെങ്കിലും മെസ്സേജ് വന്നോ അല്ലെങ്കിൽ ഫോൺ വന്നോ? അല്ല, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടതാന്ന് പറഞ്ഞു. कि एक बिल्ली आई सब मुर्गियां खा गई। ഒരു പൂച്ച വന്ന് എന്റെ കോഴികളെല്ലാം തിന്നു കളഞ്ഞു. देखो ऐसे ख्वाब भी ऐसे पड़ते हैं, ജമാത്തിൽ പോലും ഇങ്ങനത്തെ സ്വപ്നമാണ് നമുക്ക് വരുന്നത്. इसलिए मैं घर जाता हूँ। അതുകൊണ്ട് ഞാൻ ജമാത്ത് വിട്ട് വീട്ടിലേക്ക് പോവാൻ. तो आमिर साहब बोले, अरे भाई एक बिल्ली कितनी मुर्गियां खा सकती है? അപ്പൊ അമീർ സാഹിബ് ചോദിച്ചു, ഒരു പൂച്ച എത്ര കോഴികളെ തിന്നാൻ സാധിക്കും? ഒരു പൂച്ചക്ക് कितनी खा सकती है बोलो ना। എത്ര പൂച്ച തിന്നാൻ എത്ര കോഴികളെ തിന്നാൻ പറ്റും ഒരു പൂച്ചക്ക്? एक खाएगी दूसरे को मार डालेगी। ഒന്ന് മാക്സിമം തിന്നാൻ പറ്റും, വേറൊന്നിനെ വേണമെങ്കിൽ അതിന് കൊല്ലാൻ സാധിക്കും. ये पूरे खा गई बोले तो ഈ മുഴുവൻ കോഴികളെയും ഒരു പൂച്ച എങ്ങനെയാ തിന്ന് തീർക്കണത്? तो अमीर साहब समझाए उसको। അപ്പൊ അമീർ സാഹിബ് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്. तो उन्हें बोला, अमीर साहब अल्लाह के रास्ते का ख्वाब गलत नहीं हो सकता। അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമീർ സാഹിബ് അങ്ങനെയല്ല അമീർ സാഹിബ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. सब मुर्गियां खा गई हो। എല്ലാ കോഴിനെയും ഈ പൂച്ച തിന്നിട്ടുണ്ടാവും. अरे भाई दिन भर जो सोचा रात को ख्वाब में वो देखा। പകല് മുഴുവൻ എന്താണ് മൂപ്പര് ഹൃദയത്തിലുണ്ടായിരുന്ന ചിന്ത, അതാണ് മൂപ്പര് രാത്രി കാണുന്നത്. तो आज हम इस तरह जी रहे हैं। ഇങ്ങനെയാണ് നമ്മളുടെ അവസ്ഥ. അള്ളാഹു മാപ്പാക്കട്ടെ. सुबह उठते हैं दुनिया की फिक्रें, रात सोते हैं दुनिया की फिक्रें। സ്വബൈക്ക് എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത ദുനിയാവിന്റെ കാര്യത്തിൽ, രാത്രി ഉറങ്ങുന്നതും അതേ ചിന്തയിൽ തന്നെ. अरे कुछ जगह निकालो, कुछ जगह निकालो दीन के लिए, आखिरत के लिए। അതിന്റെ ആ തലച്ചോറിലും ഹൃദയത്തിലും കുറച്ച് സ്ഥലം ഉണ്ടാക്കിൻ, അവിടെ ദീനിന്റെ ആഖിറത്തിന്റെ ഫിക്ർ കേറ്റിൻ. उसका नाम है मशवरा। അതിന്റെ പേരാണ് മുശാവറ. कि मैं दीन के काम में मेरा क्या हिस्सा होना चाहिए, ദീനിന്റെ പരിശ്രമത്തിൽ എന്റെ പങ്ക് എന്തായിരിക്കണം, मुझे क्या करना चाहिए, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, मैं क्या कर सकता हूँ। എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. और भाई अगर कुछ भी नहीं कर सकते तो कम से कम करने वालों के साथ हो जाओ। നമുക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചേരാനെങ്കിലും സാധിക്കുമല്ലോ. अगर उनके साथ हो गए तो जो उनको मिलेगा वो तुम्हें भी मिलेगा। നമ്മൾ അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നാൽ അവർക്ക് എന്ത് കിട്ടുമോ അത് നമുക്കും കിട്ടുമല്ലോ. नहीं मिलेगा? കിട്ടൂലേ? तो अल्लाह के यहाँ ऐसा है कि अमीर साहब को 50%, അമീർ സാഹിബിന് അള്ളാന്റെ അടുക്കൽ 50% അമീർ സാഹിബിന് വിഹിതം, मुतकल्लिम 25%। മുത്തക്കല്ലിമിന് 25%. अरे तू क्या किया, सुभान अल्लाह बोल के गया, अस्तगफिरुल्लाह बोल के आ गया, तू एक एक ले ले। അപ്പൊ നിനക്കെന്താ, നീ വെറും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നിനക്കൊരു ശതമാനം മാത്രം. पैसा देंगे अल्लाह? അങ്ങനെയാണോ അള്ളാഹു നൽകുന്നത്? अरे बोलो जी, പറയും, അങ്ങനെയാണോ? अमीर साहब 50%, അമീർ സാഹിബിന് 50%, मुतकल्लिम 25%। മുത്തക്കല്ലിമിന് 25%. हाँ तो सुभान अल्लाह बोला, अस्तगफिरुल्लाह बोल के आ गया, एक एक। നീ വെറും സുബ്ഹാനല്ലാഹ് അങ്ങോട്ട്, അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങോട്ടേക്ക് 1% നിനക്ക്. तो ऐसे मिलेगा सवाल? അങ്ങനെയാണോ അള്ളാഹു വീതം വെക്കുന്നത്? अरे सबको बराबर देगा। അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ നൽകും. क्या कमी है उसके पास? അള്ളാഹുവിന് എന്തിന്റെ കുറവാണ്? बहुत देने वाला। അവൻ അധികമായി നൽകുന്നവൻ. तो ये है मशवरा। ഇതാണ് മശ്വറ. थोड़ी देर बैठ के फिक्र करो, കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കിൻ. ये आखिरत की दीन की फिक्र करने वालों के साथ बैठो। ഈ ദീനിന്റെ ആഖിറത്തിന്റെ ചിന്തയിൽ ഫിക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കിൻ. अरे जब आदमी से आदमी में वायरल आजकल
आजकल है ना वायरल, क्या भैया एक घर में एक को वायरल हुआ, सबको वायरल हो गया। हाँ? तो जब वायरल बुखार आ सकता है तो वायरल दीन का फिक्र नहीं आ सकता। കണ്ടില്ലേ നിങ്ങൾ വൈറൽ പനി, ഒരാൾക്ക് പനി വന്നു, വീട്ടിലെല്ലാവർക്കും, ആ നാട്ടിൽ പ്രദേശത്ത് എല്ലാവർക്കും പനി വരുന്നത് പോലെ ഇതുപോലെ ഒരു മനുഷ്യ ചിന്തയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരുന്നാൽ അയാളുടെ ചിന്ത നമുക്കും കയറൂലേ? जिस मजलिस में बैठोगे उस मजलिस का फिक्र आएगा। ഏത് മജ്ലിസിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ മജ്ലിസിന്റെ ചിന്ത അത് നമ്മളിലേക്കും കയറും. इंसान से इंसान में मुंतकिल होता है। അതൊരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് മുന്തക്കിലാവും, അത് കയറും അയാളിലേക്ക്. वो फिक्रों में बैठने का नाम मशवरा है। ആ ഫിക്റിന്റെ സ്ഥലത്ത് ഇരിക്കുന്നതിന്റെ പേരാണ് മഷ്വറ. कितने हुए? എത്രയായി? 2. कितने हुए भाई? 2. ये 3 नहीं हुआ? 3 नहीं हुआ? മൂന്നായില്ലേ? ഇല്ല. तीसरा काम घर घर जाना। മൂന്നാമത്തെ കാര്യം വീടാന്തരം കയറൽ. एक मुसलमान दूसरे मुसलमान से दीन के लिए मिलता है, अल्लाह दोनों के गुनाह माफ करता है। ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രം കണ്ടാൽ അള്ളാഹു രണ്ടാളുടെയും പാപം മാപ്പാക്കി തരും. आज हम दुनिया के लिए मिलते हैं, ഇന്ന് നമ്മൾ ദുനിയാവിന് വേണ്ടി ആൾക്കാരെ പോയി കാണാറുണ്ട്. अपने काम धंधों के लिए जाते हैं। നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് പോയി കാണാറുണ്ട്. ये मेरा मुसलमान भाई है, अल्लाह के लिए इससे मिलना है मुझे। ഈ മുസ്ലിം ഇത് എന്റെ സഹോദരനാണ്, ഇസ്ലാമിലെ സഹോദരനാണ്, അള്ളാഹുവിന് വേണ്ടി ഇവനെ പോയി കാണണം. तो इस तरह घर घर जाना। ഇങ്ങനെ നമ്മൾ വീടാന്തരം പോണം. जो अल्लाह के लिए एक दूसरे से मोहब्बत करते हैं, क़यामत में अल्लाह उनको अर्श के नीचे जगह देता है। ആര് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നുവോ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ കീഴിൽ അവർക്ക് രണ്ടുപേർക്കും ഇടം കൊടുക്കുന്നതാണ്. वो खुश हो नाराज हो, लेकिन हमें जाना है उसके पास। അയാള് നമ്മളെ കണ്ടാൽ അയാൾക്ക് ഇഷ്ടപ്പെടും, അയാൾ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിക്കും, എന്നാലും നമ്മൾക്ക് അയാളെടുത്ത് പോകണം. वो अल्लाह के लिए कोई बात कहेगा सुन लेंगे। അയാള് ചിലപ്പം എന്തെങ്കിലും നമ്മളെ പറഞ്ഞു മോശമായിട്ട്, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, അത് നമ്മൾ അള്ളാഹിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി അത് കേൾക്കണം. उस पर भी सवाब मिलेगा। അതിനും പ്രത്യേകിച്ച് സവാബുണ്ട്. उसको समझाओ അദ്ദേഹത്തിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. कि भाई हमारा रोज का मामूल है। ഇത് നമ്മൾ ഒരു വീട്ടിൽ പോയാൽ പറയണം, ഇത് നമ്മുടെ ദിവസേനയുള്ള ഒരു മാമൂലാണ്, നമ്മുടെ രീതിയാണ്, ദിവസേനയുള്ള രീതി. कि हम थोड़ी देर एक एक घर पे जाते हैं, നമ്മൾ ദിവസേന നമ്മൾ ഓരോ വീടുകളിലും പോകാറുണ്ട്. रोजाना उसके लिए हमें कुछ वक्त लगाते हैं। അതിനുവേണ്ടി നമ്മൾ ദിവസേന കുറച്ച് സമയം മാറ്റിവെച്ച് വീടാന്തരം നമ്മൾ കയറാറുണ്ട്. आज आपके घर आए हैं ഇന്ന് നിങ്ങളെ വീട്ടിൽ വന്നിരിക്കുകയാണ്. तो कोशिश करो उसको भी अल्लाह के रास्ते में निकालो। നമ്മൾ പരിശ്രമിക്കണം, അയാളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. हर आदमी की तश्कील एक नहीं होती। എല്ലാവരെയും തശ്കീൽ ചെയ്യേണ്ടത് ഒരേ കാര്യത്തിലേക്കല്ല. हाँ, समझाएंगे, നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും. लेकिन तश्कील उसकी हैसियत के एतबार से करेंगे। പക്ഷെ അയാളെ തശ്കീൽ ചെയ്യേണ്ടത് അയാളുടെ അവസ്ഥ അനുസരിച്ചാണ്. पुराना आदमी है, मुल्कों के लिए करेंगे। ഒരു പഴയ ആളെ നമ്മൾ പോയി കണ്ടു, അയാളെ നമ്മൾ വിദേശത്തേക്ക് ചിലപ്പോൾ തശ്കീൽ ചെയ്യും. नया आदमी है, उससे कहेंगे कि भैया 3 दिन हमारे साथ चलो ना। ഒരു പുതിയ ആളെ നമ്മൾ പോയി മുലാഖാത്ത് ചെയ്താലേ നമ്മൾ അയാളെ ഒരു 3 ദിവസത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ ഒന്ന് യാത്ര ചെയ്തുകൂടെ എന്ന് ചോദിക്കണം. हमारे मोहल्ले वाले, हमारी मस्जिद वाले 3 दिन जा रहे हैं, നമ്മളെ നാട്ടുകാര് ഒരു 3 ദിവസം ജമാഅത്തിൽ പോവാണ്. हमारी मस्जिद से जा रहे हैं। നമ്മളെ പള്ളിയിൽ നിന്നാണ് ഈ ജമാഅത്ത് പോകുന്നത്. आप भी 1 दिन 3 दिन चलो, देखो क्या फायदा होता है। നിങ്ങളൊരു 3 ദിവസം നമ്മളെ കൂട്ടത്തിൽ ഒന്ന് വന്ന് നോക്കി, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. कितना बड़ा फायदा 3 दिन में होता है, चल के देखो। 3 ദിവസം പോയാൽ എന്തെല്ലാം ഗുണം കിട്ടും, നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കി. इस तरह उसे तैयार करना अल्लाह के रास्ते में निकलने के लिए। ഇങ്ങനെ ഓരോരുത്തരെ പോയി നമ്മൾ തയ്യാറാക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി. तो एक मुसलमान दूसरे से अल्लाह के लिए मिलता है, अल्लाह दोनों के गुनाह माफ करता है। ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ അള്ളാഹുവിന് വേണ്ടി കണ്ടാൽ അള്ളാഹു രണ്ടാളുടെയും പാപങ്ങൾ മാപ്പാക്കുന്നതാണ്. दोनों को क़यामत में अर्श का साया देता है। രണ്ടാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അർശിന്റെ തണല് നൽകുന്നതാണ്. कितनी बड़ी बात है। എത്ര വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. अल्लाह पाक कहते हैं, ये मेरा बंदा मेरे बंदों को मेरे घर लाता है। അള്ളാഹു പറയും, എന്റെ ഈ അടിമ എന്റെ മറ്റടിമകളെ കൊണ്ടുപോയി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, കൂട്ടിക്കൊണ്ടുവരികയാണ്. तुम्हारे यहाँ तो सियासी पार्टियां बहुत है ना, നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളമില്ലേ? तो पार्टियां बोलती है ये हमारा वर्कर है, പാർട്ടിക്കാർ പറയും ഇത് നമ്മുടെ വർക്കറാണ്, तो हमारी पार्टी के लिए काम करता है। ഇയാള് നമ്മളെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. अल्लाह कहेंगे ये मेरा वर्कर है, അള്ളാഹു പറയും ഇത് എന്റെ വർക്കറാണ്, मेरे बंदों को मेरे घर लाता है, എന്റെ അടിമകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നവനാണ്, ये मेरा वर्कर है। ഇത് എന്റെ വർക്കറാണ്. हदीस की दुआ है। ഹദീസിൽ ദുആ ഉണ്ട്.
اللهم اجعل نبينا لنا فرطا وحوزه لنا موردا اللهم احشرنا في زمرته اللهم احشرنا في زمرته واستعملنا بسنة وتوفنا على ملة واجعلنا من حزبي واجعلنا من حزبी अल्लाह तू हमें उनकी जमात में खड़ा कर हमारा हशर उनकी जमात में कर तो किसकी जमात में वजअलना मिन रुफक़ाई मान नबीयीन वसिद्दीक़ीन वशुहदा वस्सालिहीन वहसुन उलाइका रफ़ीक़ा कैसे अच्छे रफीक हैं ये अल्लाह तो हमें उनको हमको भी उनमें शामिल कर ഹദീസിൽ ദുആണ്ട് ആ ദുആയിൽ നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് അള്ളാഹുവേ നീ ഞങ്ങളെ നിന്റെ പാർട്ടിയിലേക്ക് ചേർക്ക് ആ പാർട്ടി ഏത് പാർട്ടിയാണ് അള്ളാഹുവിന്റെ പാർട്ടി അള്ളാഹിന്റെ പാർട്ടി സാലിഹീങ്ങളുടെ മുത്തഖീങ്ങളുടെ ആ പാർട്ടിയിൽ അവര് നന്മ ചെയ്ത ആൾക്കാർ ആ കൂട്ടരിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ നമ്മളെ നിന്റെ പാർട്ടിയിൽ ചേർക്കണമേ तो सब रोजाना जाएंगे गश में എല്ലാരും ദിവസേന ഗസ്റ്റിൽ പോകാൻ മുലാഖാത്തിന് പോകാൻ തയ്യാറല്ലേ ഇൻഷാല്ലാ बास घरों में बगैर इजाजत के नहीं लेते तो इजाजत लेके जाओ बास घरों में बगैर इजाजत के कबूल नहीं करते तो इजाजत लेके जाओ ചില വീടുകളില് അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് ചോദിക്കാണ്ട് പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് പോയി ആ വീട്ടിലേക്ക് कोई ऐसा आदमी तलाश करो जिसके जरिए उससे कांटेक्ट करो ചില വീടുകളിലേക്ക് നമുക്ക് പറ്റുന്ന ആള് നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അയാളെ കാണാൻ പറ്റുന്ന ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കി അവരിലൂടെ ആ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കും किसके जरिए से जा सकते हैं वो तलाश करो ആരിലൂടെ ഈ ആളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കും तो इस तरह घर घर की मेहनत ഇങ്ങനെ വീടാന്തരമുള്ള മെഹനത്ത് बहुत ये बड़ी मेहनत है ഇതൊരു വലിയൊരു പരിശ്രമമാണ് इसी से सब तकाजे पूरे होते हैं ഇതിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെ തക്കാസകൾ പൂർത്തിയാകുന്നത് जिस मस्जिद की जमात रोजाना मेहनत करेगी वहां से 3 दिन की भी जमात जाएगी 3 चिल्ले की भी जमात जाएगी ദിവസേന വീടാന്തരം കയറി പരിശ്രമിക്കുന്ന ജമാത്തുകൾ പള്ളികൾ ഏതൊക്കെയുണ്ടോ അവർക്കാണ് 3 ദിവസത്തിന്റെ തക്കാസയും പൂർത്തിയായി കിട്ടും അവിടുന്ന് 3 ദിവസം ജമാത്തും കിട്ടും അവർക്ക് അവിടെ നിന്ന് ചില്ലയുടെ ജമാത്തുകളും കിട്ടും और 3 चिल्ले की भी जाएगी അവിടുന്ന് 4 മാസത്തേക്കുള്ള ജമാത്തുകളും കിട്ടും जिस मस्जिद में मेहनत हो ഏത് പള്ളിക്കാർ അവരുടെ നാട്ടിൽ ദിവസേന വീടാന്തരം കയറി പരിശ്രമിക്കുന്നുവോ इसकी मिसाल जमीन की तरह है അതിന്റെ ഉപമ ഒരു ഭൂമിയെ പോലെയാണ് जो कुछ आदमी खाता है वो सब जमीन से निकलता है മനുഷ്യൻ തിന്നുന്നതെല്ലാം ഈ ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന കൃഷികളാണ് വിളവുകളാണ് जमीन पर मेहनत होगी तो गेहूं वाली जमीन गेहूं देगी चावल वाली जमीन चावल देगी जाफरान देने वाली जमीन जाफरान देगी और घास उगाने वाली जमीन घास उगाएगी लेकिन ये सब कब होगा जब जमीन पर मेहनत होगी മണ്ണിൽ മനുഷ്യൻ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ഏത് മണ്ണ് അതിൽ നിന്ന് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ അതിന് ക്ഷമതയുണ്ടോ അതിൽ നിന്ന് ഗോതമ്പ് ഉണ്ടായിത്തീരും അരി ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണ് അത് അരി ഉൽപ്പാദിപ്പിക്കും അത് ജാഫ്രാൻ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ ഓരോന്നിൽ നിന്നും അതിന് എന്താണോ ഉണ്ടാകുന്നത് അത് വിളവുണ്ടാക്കുന്നതാണ് ऐसे इंसानों में सलाहियत है ഇങ്ങനെയാണ് മനുഷ്യനിൽ ഒരുപാട് നന്മകൾ അവന്റെ സലാഹിയത്തുകൾ वो दिन का काम में लगेगा उसकी सलाहियत से दुनिया फायदा उठाएगी ദീനിന്റെ പരിശ്രമം ഒരു മനുഷ്യൻ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കഴിവുകൾ അവന്റെ സലാഹിയത്തുകൾ അത് ദീനിനു വേണ്ടി ഉപയോഗിക്കപ്പെടും और उसको भी फायदा पहुंचेगा അത് അവനും ഗുണമുണ്ടാകുന്നതായിട്ട് മാറും और दुनिया को भी फायदा पहुंचेगा അത് കാരണമായി അത് ദുനിയാവിനും അവനെ കൊണ്ട് ഗുണമുണ്ടായിത്തീരും तो इसके लिए तैयार हैं सब इंशाअल्लाह ഇതിനു വേണ്ടി എല്ലാവരും തയ്യാറല്ലേ ഇൻഷാല്ലാ और महीने में 3 दिन മാസത്തിൽ ഒരു 3 ദിവസത്തെ ജമാഅത്ത് ये महीने का 10वां ഇത് മാസത്തിന്റെ 10-1 जैसे रोज का 10वां 2.5 घंटे ദിവസേനത്തിന്റെ 10-1 2.5 മണിക്കൂർ महीने का 10वां മാസത്തിന്റെ 10-1 बोलो जी 3 दिन अरे 3 दिन भी नहीं दे सके दिन के लिए फिर क्या देंगे भाई हम നമ്മളൊരു 3 ദിവസം പോലും മാസത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനു പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും कितना अफसोस होगा क़यामत में ഖിയാമത്ത് നാളിൽ നമുക്ക് എത്ര വലിയ ഖേദത്തിന് കാരണമായി തീരും कि अल्लाह ने हमें महीना दिया था हम 3 दिन भी दिन के लिए नहीं दे सकते അള്ളാഹു നമുക്കൊരു മാസം മുഴുവനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും ഒരു 3 ദിവസം പോലും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ तो सब नियत करो हर हाल में 3 दिन देना അതുകൊണ്ട് എല്ലാവരും നിയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ് ഏത് അവസ്ഥയിലായിരുന്നാലും എല്ലാ മാസത്തിലും 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന നിയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ് दुनिया मौका देगी तो 3 दिन जाएंगे
ദുനിയാവ് അതിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് പറ്റുമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു 3 ദിവസം പോയേക്കാം. मौका नहीं देगी दुनिया तो क्या करेंगे? അഥവാ ഈ ദുനിയാവിന്റെ കെട്ടുപാടിൽ നിന്നും നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ क्या करेंगे? നമ്മൾ എന്ത് ചെയ്യും? नहीं जाएंगे. നമ്മൾ പോവൂല. दुनिया को कुर्बान करके जाएंगे. അതുകൊണ്ട് നമ്മൾ ദുനിയാവിനെ നമ്മൾ കുർബാനി ചെയ്ത് ത്യജിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ പോണം. दुनिया मौका नहीं देगी. ദുനിയാവ് ഒരിക്കലും നമുക്കൊരു അവസരം തരൂല. वो तो जिंदगी खत्म हो जाएगी, मौका नहीं मिलेगा. നമ്മുടെ ജീവിതം തീർന്നാൽ പോലും നമ്മൾക്ക് ഒരു അവസരം അതൊരിക്കലും ഉണ്ടാക്കി തരുകയില്ല. मौका मिलेगा तो 3 दिन देंगे, मौका नहीं होगा तो दुनिया कुर्बान करके 3 दिन दी. നമ്മൾക്ക് പുറപ്പെടാനുള്ള സാഹചര്യമുണ്ട്, അപ്പോൾ നമ്മൾ 3 ദിവസം പോകണം. സാഹചര്യം അനുകൂലമല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ത്യാഗത്തോടു കൂടി 3 ദിവസം പോകണം. फिर उसके जरिए अल्लाह काम उठाएगा. ഇങ്ങനെ നമ്മൾ പോകുന്നത് കാരണമായി ദീനിന്റെ പരിശ്രമം നാടുകളിൽ സജീവമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. नए नए लोग लगते हैं 3 दिन से. പുതിയ പുതിയ ആൾക്കാര് ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെടുന്നത് ഈ 3 ദിവസത്തെ ജമാഅത്തുകളിലൂടെയാണ്. अच्छा, आप सब माशाल्लाह अक्सर पुराने हैं. നിങ്ങളെല്ലാരും പഴയ പ്രവർത്തകരാണ്, പുരാണാണ്. अच्छा, ये बताओ, आप पहली बार जब तबलीग में गए तो 3 चिल्ले में गए या 3 दिन में गए? നിങ്ങൾ പറയും, നിങ്ങൾ ആദ്യമായിട്ട് തബ്ലീഗിൽ പോയത് നേരെ 4 മാസത്തേക്കാണോ അല്ലെങ്കിൽ 3 ദിവസത്തെ ജമാഅത്തിലൂടെയാണോ തുടങ്ങിയത്? एकदम 3 चिल्ले में चले गए या पहले 3 दिन में गए? നേരെ 40 ദിവസമാണ് തുടങ്ങിയത്, 4 മാസമാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ 3 ദിവസത്തിലൂടെയാണോ തുടങ്ങിയത്? बोलो भाई. 3 दिन. हाँ, तो 3 दिन जो है वो तबलीग का डोर है, डोर. ഈ 3 ദിവസത്തെ ജമാഅത്ത് തബ്ലീഗിന്റെ പരിശ്രമത്തിലേക്കുള്ള ഒരു വാതിലാണ്. उस डोर से आदमी घर में आता है. ആ വാതിൽ തുറന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ. तो 3 दिन रास्ता है तबलीग का. ഇത് തബ്ലീഗിന്റെ പരിശ്രമത്തിലേക്കുള്ള ഒരു വഴിയാണ്, ഒരു ഡോറാണ്. नए नए लोग लगते हैं 3 दिन से. പുതിയ പുതിയ ആൾക്കാര് ദീനിന്റെ പരിശ്രമമായി അതിലേക്ക് ബന്ധപ്പെടുന്നത് ഈ 3 ദിവസത്തിലൂടെയാണ്. तो नए नए लोगों पर मेहनत करके उनको 3 दिन ले जाना. അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരുടെ മേൽ പരിശ്രമിച്ച് അവരൊരു 3 ദിവസത്തേക്ക് തയ്യാറാക്കൽ. देखो भाई, हम जो तबलीग में लगे हैं ना, जितने लोग हम लोग तबलीग में लगे हैं वो दूसरों की मेहनत से लगे हैं. നമ്മൾ പരിശ്രമവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മളെല്ലാരും വേറെ ആരുടെയോ പരിശ്രമം കാരണമായി ബന്ധപ്പെട്ടവരാണ്. उनकी कमाई है हम. നമ്മളെല്ലാരും അവരുടെ സമ്പത്താണ്, അവരുടെ സമ്പാദ്യമാണ്. हमारी कमाई वो होंगे जिनको हम मेहनत करके लगाएंगे. നമ്മുടെ സമ്പാദ്യം ആരാണ്? നമ്മുടെ സമ്പാദ്യം നമ്മൾ ആരെ പരിശ്രമവുമായി ബന്ധപ്പെടുത്തുന്നോ അവരാണ് നമ്മുടെ സമ്പാദ്യം. वो हमारी कमाई होंगे. അതാണ് നമ്മുടെ സമ്പാദ്യം. इसलिए हर आदमी को देखना चाहिए इस महीने में मैंने क्या कमाया. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഈ മാസത്തിൽ ഞാൻ എന്താണ് സമ്പാദിച്ചത്. हर कारोबारी देखता है इस महीने में मैं क्या कमाया. എല്ലാ കച്ചവടക്കാരനും ഈ മാസം ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് നോക്കാറുണ്ട്. हर मुलाजिम देखता है मुझे इस महीने में क्या तनख्वाह मिली. എല്ലാ ജോലിക്കാരനും ഈ മാസം എനിക്ക് കിട്ടുന്ന ശമ്പളം അതിലേക്ക് നോക്കാറുണ്ട്. हर आदमी देखता है इस महीने में मैंने क्या कमाया. എല്ലാ ആൾക്കാരും ഈ മാസം എനിക്ക് എന്ത് കിട്ടി എന്ന് നോക്കണം. तो हर तबलीग वाले को ये देखना चाहिए कि इस महीने में मैंने क्या कमाया. അതുപോലെ എല്ലാ തബ്ലീഗിന്റെ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരും അവർ നോക്കണം, ഈ മാസം എന്റെ സമ്പാദ്യം എന്താണ്. जिन नए नए भाइयों को मैं 3 दिन लेकर गया वो मेरी इस महीने की कमाई है. ആരെല്ലാം എന്റെ ഈ മാസത്തെ പരിശ്രമം കാരണമായി 3 ദിവസം എന്റെ കൂടെ ജമാഅത്തിൽ പുറപ്പെട്ടോ അയാളാണ് ഈ മാസത്തെ എന്റെ 3 ദിവസത്തെ എന്റെ കൂടെ വന്നവരാണ് സമ്പാദ്യം. फिर यही वापस आकर अपनी मस्जिद की जमात में काम करेंगे. ഈ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ അവർ മസ്ജിദ് വാറിന്റെ പരിശ്രമത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കൂടും. फिर साल होगा तो यही 3 चिल्ले देंगे. ഈ ആൾക്കാർ തന്നെ ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ 40 ദിവസം 4 മാസത്തേക്ക് പുറപ്പെടുന്നവരായി മാറും. तो जहां से नए नए लोग 3 दिन साथ चलेंगे वहां का काम आगे बढ़ जाएगा. ഏത് സ്ഥലത്ത് ഏത് പ്രദേശത്തുള്ള ഏത് മസ്ജിദ് വാറിൽ നിന്നും പുതിയ പുതിയ ആൾക്കാർ 3 ദിവസത്തേക്ക് പുറപ്പെടുന്നുവോ ആ പ്രദേശങ്ങളിൽ ദീനിന്റെ പരിശ്രമം പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. इसलिए सारे पुरानों को ये फिक्र करना चाहिए कि मैं महीने में मेहनत करके नए नए भाइयों को 3 दिन में लेके जाऊं. അതുകൊണ്ട് മുഴുവനും പഴയ പരിശ്രമം ചെയ്യുന്ന ആൾക്കാരും അവർ നിയത്ത് വെക്കണം, ഇൻഷാ അല്ലാഹ് എല്ലാ പ്രാവശ്യം നമ്മൾ പരിശ്രമിച്ച് പുറപ്പെടുന്ന സമയത്ത് കൂട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാരെ 3 ദിവസത്തേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരും നിയത്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. महीने के 3 दिन, മാസത്തിലെ 3 ദിവസം. इसी तरह तलबा तैयार होते हैं. ഇതുപോലെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ തയ്യാറാവും. अब उनके पास 3 दिन नहीं है. വിദ്യാർത്ഥികൾക്ക് 3 ദിവസം മുഴുവനായിട്ട് പോകാൻ സാധിക്കുകയില്ല. कॉलेज है उनका, അവർക്ക് കോളേജ് ഉണ്ട്. तो उनको महीने में
इतवार का और हफ्ते का दिन അവരെ നമ്മൾ ശനിയാഴ്ച ദിവസം ഒഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ചത്തേക്ക് നമ്മൾ കൂട്ടണം. कॉलेज से आने के बाद हफ्ते के दिन जमात बना के निकले കോളേജിൽ നിന്ന് വന്ന് ശനിയാഴ്ചത്തെ ദിവസം ജമാത്തിൽ പുറപ്പെടിക്കണം. और इतवार का दिन जमात में लगाए. ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ട് അവരെ ജമാത്തിൽ കൂട്ടണം. कॉलेज पूरा होने के बाद हफ्ते को निकल जाए शाम को കോളേജ് കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച വൈകുന്നേരം അവര് ജമാത്തിൽ പുറപ്പെട്ടോട്ടെ. और इतवार का दिन लगा के वापस आए. എന്നിട്ട് ഞായറാഴ്ച പൂർണ്ണമായി കൊടുത്ത് അവര് തിരിച്ചു വന്നോട്ടെ. इस तरह नए नए तलबा को तैयार करके ले जाना. ഇങ്ങനെ പുതുതായി പുറപ്പെടുന്ന വിദ്യാർത്ഥികളെ ഒരു ദിവസത്തേക്കാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം. ये हमारे जितने प्रोफेशनल्स हैं इनका काम है कि इन तलबा पे मेहनत करके इनको एक्स्ट्रा एक दिन के लिए ले जाएं. ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ പ്രൊഫഷണൽസും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 3 ദിവസം ജമാഅത്തിന് പുറമെ മാസത്തിലൊരിക്കൽ പരിശ്രമിച്ച് അവരുടെ നാടുകളിലെ വിദ്യാർത്ഥികളെ ഒരു ദിവസം അവര് ജമാഅത്തിൽ ഉണ്ടാക്കി കൊണ്ടുപോകൽ. തയ്യാറല്ലേ എല്ലാവരും? ഇൻഷാല്ലാഹ്. फिर यही तलबा इंशाअल्लाह हमारी मस्जिदों में हमारा साथ देंगे. ഈ കുട്ടികൾ നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ ഇവര് ഇൻഷാഅല്ലാഹ് നമ്മുടെ നാട്ടിൽ മസ്ജിദ് വാർ ജമാഅത്തിൽ നമ്മളെ സഹായികളായിട്ട് മാറും. अल्लाह का शुक्र है हमारे यहाँ जो तलबा लग रहे हैं वो अपनी मस्जिदों का काम संभाल रहे हैं. നമ്മുടെ നാട്ടിൽ അള്ളാഹിനെ ശുക്ർ ചെയ്യണം. നമ്മുടെ നാടുകളിൽ മാഷാഅല്ലാഹ് ഈ പ്രവർത്തനമായിട്ട് പോകുന്ന ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾ അവര് നമ്മളെ മസ്ജിദ് വാർ ജമാഅത്തിന്റെ വലിയ പ്രവർത്തകരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ये 3 दिन के अलावा इनके साथ एक दिन देना. ഈ 3 ദിവസം ജമാഅത്ത് നമ്മൾ പോകുന്നതിന്റെ പുറമെ പ്രൊഫഷണൽസ് എന്ത് ചെയ്യണം? ഈ മജ്‌ലിസിലുള്ള ആൾക്കാർ അവർ ഒരു ദിവസം എക്സ്ട്രാ ജമാഅത്ത് ഉണ്ടാക്കി വിദ്യാർത്ഥികളെയും കൂടി കൂട്ടി പോകണം. अभी हमारे यहाँ प्रोफेशनल्स जुड़े थे. ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു ജോഡ് വെച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. उसमें हमने 3 तकाजे रखे അവരെ മുമ്പിൽ നമ്മൾ 3 തക്കാസകൾ 3 ആവശ്യങ്ങൾ അവരെ മുമ്പിൽ വെച്ചു. कि भाई देखो 4 या 5 इतवार होते हैं. നിങ്ങൾക്കൊരു മാസത്തിൽ 4 ചിലപ്പോൾ 5 ഞായറാഴ്ചകൾ കിട്ടാറുണ്ട്. एक इतवार सहरोजा जमात में, ഒരു ഞായറാഴ്ച നിങ്ങൾ 3 ദിവസം ജമാഅത്തിലായിരിക്കും. एक इतवार तलबा को लेके जाना, ഒരു ഞായറാഴ്ച നിങ്ങൾ വിദ്യാർത്ഥികളെ വേറെ തന്നെ ഒരു ജമാഅത്ത് ഉണ്ടാക്കി ഒരു ദിവസത്തേക്ക് കൊണ്ടുപോയിക്കോളി. और एक इतवार अपने इलाके में कमजोर जगहों पर जाकर मेहनत करना. ഒരു ഞായറാഴ്ച അതിൽ നിന്നും 8 മണിക്കൂർ സമയമെടുത്ത് നിങ്ങളുടെ നാട്ടിലുള്ള ബലഹീനമായ പ്രദേശത്ത് ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി പോയി സഹായിക്കുക. और एक इतवार घर के लिए. ഒരു ഞായറാഴ്ച നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചോളി. सब तैयार हो गए माशाल्लाह. മാഷാഅല്ലാഹ്. ആ കാര്യം പറഞ്ഞപ്പോൾ ആ മജ്‌ലിസിലിരുന്ന മുഴുവൻ പ്രൊഫഷണൽസും മാഷാഅല്ലാഹ് അതിനു വേണ്ടി തയ്യാറായി. इससे इंशाल्लाह नए नए नौजवान दिन के काम में लगेंगे. അവരുടെ ആ പ്രവർത്തനം കാരണമായി അൽഹംദുലില്ലാഹ് പുതിയ പുതിയ ചെറുപ്പക്കാർ ഈ ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെടുന്നതിന് കാരണമായി തീർന്നു. और पता नहीं फिर ये कहाँ जाएंगे दुनिया में. ഈ പ്രൊഫഷണൽസ് ഇവര് ലോകത്തിന്റെ ഏതെല്ലാം മുക്കിലെത്തും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. जहाँ जाएंगे वहाँ दीन का काम करेंगे. അവരെവിടെല്ലാം പോകുന്നു അവിടെല്ലാം അവർ ദീനിന്റെ പരിശ്രമം ചെയ്തോളും. वो सब खैर में हमारा हिस्सा हो जाएगा. ആ എല്ലാ ഖൈറിലും നമ്മൾക്ക് ഒരു പങ്ക് കിട്ടുന്നതിന് അത് കാരണമായി തീരും. तो हर महीना जाएंगे इंशाल्लाह. എല്ലാരും എല്ലാ മാസം പോവില്ല ഇൻഷാഅല്ലാഹ്. 3 दिन मस्जिद की जमात के साथ, 3 ദിവസം നമ്മളുടെ പള്ളിയുടെ ജമാഅത്തിന്റെ കൂടെ, एक दिन तलबा के साथ, ഒരു ദിവസം വിദ്യാർത്ഥികളെ കൂട്ടി വേറെ തന്നെ ഒരു ജമാഅത്ത്, और एक दिन 8 घंटे ഒരു ദിവസം ഒരു ഞായറാഴ്ച 8 മണിക്കൂർ പരിശ്രമം. अपने हल्के में जहाँ जरूरत है. നമ്മുടെ ഹൽക്കയിൽ പരിശ്രമം ആവശ്യമുള്ള ബലഹീനമായ സ്ഥലത്തേക്ക് ഒരു 8 മണിക്കൂറിന്റെ പരിശ്രമം. ये बड़ा काम होगा इंशाल्लाह. ഇങ്ങനെ നമ്മുടെ പ്രൊഫഷണൽസും നമ്മൾ മുതിർന്നവരും തീരുമാനിച്ചാല് വലിയ മാറ്റം ഉണ്ടായി തീരും. അത് കാരണം असली कमाई है ये. ഇത് നമ്മുടെ യഥാർത്ഥമായ സമ്പാദ്യമാണ്. तैयार है सब इसके लिए इंशाल्लाह. എല്ലാരും തയ്യാറല്ലേ ഇൻഷാഅല്ലാഹ്? अब थोड़ी देर के लिए हल्के बना के बैठना. ഇപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അല്പസമയം നമ്മൾ ഹൽക്കകളായിട്ട് മാറിയിരിക്കണം. जिलावार, ജില്ലാ അടിസ്ഥാനത്തിൽ ഹൽക്കകൾ ഉണ്ടാക്കണം. फिर जिले के बाद अगर ज्यादा लोग हैं तो हल्के भी बनाओ. നമ്മുടെ ജില്ലയിൽ കൂടിയ കൂട്ടുകാർ വളരെ കൂടുതലുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ മാറി അതൊന്നും ഹൽക്കകളാക്കി ഹൽക്കയുടെ അടിസ്ഥാനത്തിൽ ഹൽക്കകൾ ഉണ്ടാക്കണം. इन 5 कामों के इरादे करो. എന്നിട്ട് ഈ 5 അമലുകളെയും കുറിച്ച് നമ്മൾ ഇൻഷാഅല്ലാഹ് നമ്മുടെ പുതിയ ഒരു തീരുമാനങ്ങൾ എടുക്കണം. और मैं मुख्तसर बोलता हूँ. ഞാൻ ഒന്നും കൂടി ചുരുക്കി പറഞ്ഞുതരാം. 3 नियतें करो. 3 നിയത്തുകൾ നിങ്ങൾ വെക്കിൻ. रोजाना, ഒന്ന് റോസാന, बोलो, माहाना, 2 മാഹാന, सालाना. 3 സാലാന. अल्लाह का शुक्र है अभी सारी दुनिया में चल पड़ा. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഈ വാക്കുകൾ ലോകം മുഴുവനും ആൾക്കാർ പറഞ്ഞു തുടങ്ങി. മാഷാഅല്ലാഹ്. बोलो, ഒന്ന് പറയും. रोजाना, माहाना, सालाना.
रोजाना कितना? ദിവസേന എത്ര? 2.5 घंटे। 2.5 മണിക്കൂർ। महीने में? മാസം തോറും 3 दिन। सालाना? अल्लाह हिम्मत दे 4 महीने, नहीं तो कम से कम അള്ളാഹു ഹിമ്മത്ത് നൽകിയാൽ 4 മാസം, ഇല്ലെങ്കിൽ 40 ദിവസം। ये 3 के इरादे कर लो इंशाल्लाह। ഈ 3 കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇൻഷാല്ലാ നിയത്ത് വെക്കും. क्या क्या बोलो? എന്തൊക്കെയാണ് വെക്കേണ്ടത്? रोजाना, മാഹാന, സാലാന. रोजाना 2.5 घंटे, ദിവസേന 2.5 മണിക്കൂർ. उसमें ये 3 काम, അതിൽ ഈ 3 ജോലികൾ ചെയ്യണം. उसी में हफ्तावारी गश्त भी, അതിൽ ആഴ്ചയിലെ ഗസ്റ്റും ആലോചിച്ചോളിൻ. और माहाना മാസം തോറും 3 दिन, और सालाना 3 ദിവസം. വർഷം തോറും ഹിമ്മത്തുണ്ടെങ്കിൽ 4 മാസം, ഇല്ലെങ്കിൽ 40 ദിവസം. മാഷാ അല്ലാഹ്. हम इरादा करेंगे, अल्लाह अपनी मदद प्राप्त करेगा. നമ്മൾ നിയത്ത് വെച്ചാൽ അള്ളാഹു അവന്റെ ഒരു കൈ, അവന്റെ സഹായത്തിന്റെ കൈ വെക്കും നമ്മളെ മേൽ. बंदे के साथ अल्लाह का मामला उसकी नियत के हिसाब से है. മനുഷ്യന്റെ മേൽ അള്ളാഹുവിന്റെ സഹായത്തിന്റെ തീരുമാനം അവൻ വെക്കുന്ന നിയത്തിന് അനുസൃതമാണ്. एक मोमिन की नियत की भी अल्लाह के यहाँ कीमत है. ഒരു മൂമിൻ വെക്കുന്ന നിയത്ത് അതിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. एक मोमिन की, ഒരു മൂമിന്റെ नियत उसकी भी अल्लाह के यहाँ कीमत है. അതിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്. नियत पर 1 अजर देते हैं, നിയത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രതിഫലം നൽകും. और अमल पर 10 देते हैं. അമൽ ചെയ്താൽ 10 ഇരട്ടി നൽകും. नियत भी अजर से खाली नहीं है. നിയത്തും അതും പ്രതിഫലത്തിൽ നിന്നും ഒഴിവായതല്ല. നിയത്ത് വെച്ചാൽ തന്നെ കൂലി കിട്ടും. नियत पर भी अल्लाह 1 देता है. നിയത്ത് വെച്ചാൽ ഒരു പ്രതിഫലം. दुनिया के किसी काम में नियत पर सवाब नहीं मिलता. ദുനിയാവിന്റെ ഒരു ജോലിയിലും നിയത്തിന്റെ മേൽ ഒരു സവാബും ഇല്ല, പ്രതിഫലവും ഇല്ല. हाँ, मैं कारोबार करता हूँ, क्या मिलता है? ഞാൻ കാരോബാർ ചെയ്യും, ഞാൻ ജോലി ചെയ്യും, അല്ലെങ്കിൽ കച്ചവടം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്ത് കിട്ടാനാണ്? कुछ मिलता है? അതിന് അങ്ങനെ പറയുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ്? कब मिलता है? എപ്പോ കിട്ടും? कराया तो मिलता है, ചെയ്താലേ കിട്ടുള്ളൂ. लेकिन दीन के काम में अल्लाह नियत पर भी देता है. പക്ഷെ ദീനിന്റെ പരിശ്രമത്തിൽ ഒരു മനുഷ്യൻ നിയത്ത് വെച്ചു, ആഗ്രഹിച്ചു, അപ്പോൾ തന്നെ കിട്ടും പ്രതിഫലം. मोमिन की नियत भी खाली नहीं है. മൂമിന്റെ നിയത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല വെറും കൈയോടെ വിടുകയില്ല അവനെ. 3 चिल्ले देता हूँ तो 3 चिल्ले का सवाब मिल गया. ഒരു ആള് പറയാണ് ഞാൻ 3 ദിവസം പോകാം എന്ന് നിയത്ത് വെച്ചു, അല്ല 4 മാസം പോവാന്ന് നിയത്ത് വെച്ചു, അപ്പോൾ അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടി. जब देगा तो into 10. അഥവാ പോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ 10 കൊണ്ട് പെരുക്കും. into 10. नियत पर 1, अमल पर 10. നിയത്തിന്റെ മേൽ 1, അമൽ ചെയ്താൽ 10 ഇരട്ടി. तो सारा मजमा नियत करके जाओ. അതുകൊണ്ട് എല്ലാവരും നിയത്ത് വെക്കി ഇൻഷാ അല്ലാഹ്. खाली दिल दिमाग मत जाओ. വെറുതെ കാലിയ ഹൃദയമായിട്ട് നമ്മൾ പോകാൻ പാടില്ല. क्या हुआ भाई एड़तला में? ഇടത്തലെ പോയിട്ട് എന്തായി? अच्छा मुज़ाकरा हुआ. നല്ല നല്ല സംസാരങ്ങളായിരുന്നു. क्या मुज़ाकरा हुआ? എന്ത് മുദാക്കറ ചെയ്തു? रंब नल्ला मुज़ाकरा. अरे നല്ല മുദാക്കറ. अरे क्या मुज़ाकरा हुआ भाई? അതിലെന്താ പറഞ്ഞത്? तो इसके लिए याद रखो 3 चीजें. അതുകൊണ്ട് നമ്മൾ 3 കാര്യം ഓർമ്മ വെക്കണം ഇൻഷാ അല്ലാഹ്. भाई ये 3 बातें का इरादा करके आए. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിച്ചു വന്നിരിക്കുകയാണ്. ये हम तय करके आए हैं. ഇത് നമ്മൾ തീരുമാനം എടുത്ത് വന്നിരിക്കുകയാണ്. खुद करना है നമ്മൾ സ്വയം ചെയ്യണം. और दूसरों को तैयार करना. നമ്മളെ കൂട്ടുകാരെ തയ്യാറാക്കി അവരെ കൊണ്ടും ചെയ്യിക്കണം. रोजाना, മാഹാന, സാലാന. ये मैसेज हमारे जोड़ का. ഇതാണ് നമ്മുടെ മെസ്സേജ്, നമ്മുടെ ജോഡിന്റെ. नियत करके जाना. എല്ലാരും നിയത്ത് വെച്ചിട്ട് പോകണം ഇൻഷാ അല്ലാഹ്. खुद करना, दूसरों को भी लगा. സ്വയം ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. अब जिलावार बैठो ഇൻഷാ അല്ലാഹ്. ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ ഇരിക്കും ഇൻഷാ അല്ലാഹ്. इसके इरादे करो. ഇതിന്റെ നിയത്ത് വെക്കി ഇൻഷാ അല്ലാഹ്. कि सालाना वक्त कितना देंगे, कब देंगे. ദിവസേന വർഷം തോറും കൊടുക്കുന്ന സമയം നമ്മൾ എപ്പോ കൊടുക്കും, എത്ര കൊടുക്കും. जिन्होंने मुल्कों के इरादे करे वो मुल्कों के नाम लिखो. ആര് വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിയത്ത് വെച്ചോ അവർ വിദേശത്തിന്റെ നിയത്ത് തന്നെ എഴുതിക്കോളിൻ. जो लोकल के लिए तैयार है वो लोकल के लिए लिखो. ആര് ലോക്കലായിട്ട് പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ലോക്കൽ പറയും ഇൻഷാ അല്ലാഹ്. 3 चिल्ले कौन से महीने में? 4 മാസം ഏത് മാസത്തിൽ? अगर चिल्ला है ठीक है, कौन से महीने में? 40 ദിവസം അതും കുഴപ്പമില്ല, അത് ഏത് മാസത്തിൽ? 3 दिन कौन से हफ्ते में? 3 ദിവസം ഏത് ആഴ്ചയിൽ?
रोजाना 2.5 घंटे कब लगाएंगे? 2.5 മണിക്കൂർ ദിവസേന അത് ഏത് സമയത്ത് കൊടുക്കും? 3 बातें हो गई. 3 കാര്യങ്ങളായില്ലേ? अरे बोलो जी. പറയും സഹോദരന്മാരെ. सालाना चिल्ला 40 ദിവസം. कौन से महीने में? ഏത് മാസത്തിൽ? 4 महीने हैं. कौन से महीने? 4 മാസമാണെങ്കിൽ ഏത് മാസത്തിൽ? मुल्कों का है तो मुल्क वगैरह दे करो. വിദേശത്തേക്കാണെങ്കിൽ വിദേശത്തിന്റെ ആ കോളത്തിൽ എഴുതിക്കോളി. ये सालाना है. ഇതാണ് വർഷം തോറുള്ള അസൈൻ. 4 महीने चिल्ला. 4 മാസം 40 ദിവസം. बैरून में, अंदरून में, വിദേശം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ, मस्तूरात के साथ, അല്ലെങ്കിൽ മസ്തൂറാത്തിനോട് കൂടെ. ये सालाना. ഇതാണ് വർഷം തോറുള്ള ഖുറൂജ്. कौन से महीने में जाएंगे? ഏത് മാസത്തിൽ നമ്മൾ പോകുമെന്ന് നേരത്തെ നിശ്ചയിക്കൽ. 3 दिन कौन से हफ्ते में लगाएंगे? 3 ദിവസം ഏത് ആഴ്ചയിൽ നമ്മൾ പോകും? और 2.5 घंटे कब दें? 2.5 മണിക്കൂർ എപ്പോൾ സമയം ചെലവഴിക്കും? ठीक है इंशाल्लाह.